So good morning, guys. Can you hear me? കേൾക്കുന്നുണ്ടോ? Good morning, guys. Can you reply the chat? Is everything clear? Can you reply in the chat? കേൾക്കാം. Okay, so we'll just have an introduction about the whole syllabus of AFM. Okay, so basically in AFM we know that it's a day one and we can just discuss about the important areas. So when moving from FM to AFM, ഒരു FM to AFM ലേക്ക് നോക്കുവാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഓവറോൾ ടോപ്പിക്സ് നമുക്ക് ഇവിടെ മെയിൻലി ഉള്ളത്. എന്തൊക്കെയാണ്? We have to discuss about advanced investment appraisal, acquisition and mergers, reconstruction and reorganization, then treasury management and advanced risk management. So ഇത് ഇത്രയാണ് നമ്മുടെ core areas. So these are the three main core areas with regards to our syllabus. Four. Then over the above, ഇതിന്റെ എല്ലാത്തിനും ഒരു ഓവർവ്യൂ ആയിട്ട് നമുക്ക് എന്താ പറയുന്നത്, റോൾ ഓഫ് സീനിയർ ഫിനാൻഷ്യൽ അഡ്വൈസർ എന്ന് പറയുന്ന തിയറി ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനിയുള്ള റിവിഷൻ ഡേയ്സിൽ ഈ 4 കാര്യങ്ങളായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. സോ ഓൺ ഡേ 1 ഐ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് അഡ്വാൻസ് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ. ഡേ 2 വിൽ ഡിസ്കസ് അബൌട്ട് the acquisition and mergers, and day 3 will discuss about the risk management. So അങ്ങനെ ആയിരിക്കും നമ്മൾ ഡിസ്കഷൻ പോകുന്നത്. സോ അപ്പാർട്ട് ഫ്രം എ ലൈവ് സെക്ഷൻ നമുക്കിപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ എനിക്ക് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. സോ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദ കൺസെപ്റ്റ്സ് ഇൻ ദ ലൈവ് സെക്ഷൻ. എന്നിട്ട് ക്വസ്റ്റ്യൻസിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് ലൈവ് സെക്ഷനിൽ പഠിക്കാം. ആൻഡ് ഓരോ ഏരിയാസിന്റെയും ലെറ്റ്സ് സേ അഡ്വാൻസ് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ, അക്വിസിഷൻ, മെർജേഴ്സ്, റീഓർഗനൈസേഷൻ, ദെൻ ട്രഷറി മാനേജ്മെന്റ്, അങ്ങനെ ഓരോന്നിന്റെയും ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യും തരാം, ഒരു ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ റെക്കോർഡിങ്സ് നമ്മൾ തരുന്നതായിരിക്കും ത്രൂ ദ യൂട്യൂബ് ചാനൽ. സോ ദാറ്റ്സ് ഹൗ വിൽ പ്ലാൻ ദ ഹോൾ സെക്ഷൻ. സോ ഇറ്റ് വിൽ ഇൻക്ലൂഡ് ലൈവ് സെക്ഷൻസ് ആൻഡ് ദ റെക്കോർഡിങ്സ് ഓഫ് ദ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. കാരണം നമുക്ക് എല്ലാം കൂടെ അല്ലെങ്കിൽ സമയം കിട്ടത്തില്ല. സോ ടുഡേ ഐ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് അഡ്വാൻസ് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ. അപ്പൊ നമുക്ക് മൊത്തം വി നോ ദാറ്റ് the most important aspects with regards to AFM. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ കുറെ ടെക്നിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. At the same time, make sure that you understand the concept behind each and every equations. ഇപ്പൊ നിങ്ങളിപ്പം പല ഇക്വേഷൻസ് പഠിക്കാറുണ്ട് AFM-ൽ, either with regards to valuation or regards to appraisal. എല്ലാത്തിന്റെയും കൺസെപ്റ്റ്സും പഠിച്ചു വെച്ചിരിക്കുക. കാരണം എങ്കിൽ മാത്രമേ അഥവാ നിങ്ങളുടെ സെനാരിയോസ് ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള അപ്രോച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എപ്പോഴും സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാർ എനിത്തിങ് ഐ ക്യാൻ സ്കിപ്പ് ഫ്രം എനി ഓഫ് ദിസ് സെക്ഷൻസ്. എനിക്ക് ഏതെങ്കിലും സെക്ഷൻ സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും സെക്ഷൻ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് സ്കിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനോ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഈവൻ ദോ വി സേ ദാറ്റ് ലെറ്റ്സ് സേ റിസ്ക് മാനേജ്മെന്റ് എപ്പോഴും അഷ്വേർഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. ബട്ട് എന്നാലും ദേ ആർ സിറ്റിംഗ്സ് വെയർ റിസ്ക് മാനേജ്മെന്റ് അത്രയും ഒരു 25 മാർക്സിലൊന്നും ചോദിക്കാത്ത സെക്ഷൻസും ഉണ്ട്. സോ ഈവൻ ഇൻ ദ പാസ്റ്റ്. സോ വി കാൺ സേ ദാറ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഏരിയ സ്കിപ്പ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഏതൊരു ഏരിയ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യണമെന്നോ നമുക്ക് പറയാൻ പറ്റത്തില്ല. മേക്ക് ഷുവർ ദാറ്റ് യു കവർ ദ എൻറ്റയർ സിലബസ്. ഓക്കെ, മേക്ക് ഷുവർ ദാറ്റ് യു കവർ ദ എൻറ്റയർ സിലബസ്. എസ്പെഷ്യലി നമുക്ക് ഈ ഒരു സിറ്റിന്റെ കാര്യം പറയുമ്പോൾ വെൻ ഇറ്റ് കംസ് ടു സെപ്റ്റംബർ 2021 കമ്പയർഡ് ടു ജൂൺ, ഇറ്റ് വാസ് എ റിയലി ഈസി പേപ്പർ. ജൂണിൽ വന്നൊരു പേപ്പർ വളരെ ഈസി പേപ്പർ ആയിരുന്നു. ലൈക്ക് എസ്പെഷ്യലി നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ റീസെറ്റ് എഴുതിയവർക്കൊക്കെ അറിയാം. സോ ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ടൊക്കെ എഴുതാൻ പറ്റാതിരുന്നവർക്കും അറിയാം. എസ്പെഷ്യലി സെറ്റ് 1 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഭയങ്കര ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ ദർ ഇസ് എ ഹയർ ചാൻസ് ദാറ്റ് ദിസ് ടൈം ദ ക്വസ്റ്റ്യൻസ് get tougher. So make sure that you cover the entire syllabus and be prepared for that bit of challenging paper. അപ്പോൾ ഇപ്രാവശ്യം ഇത്ര ടഫ് ആയിരിക്കാം എക്സാംസ്. Then most importantly, practice the past papers by reviewing your answers. So that's the most important part. Especially ഇവിടെ AFM എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് കൂടുതലും ഫെയിൽ ആവുന്നതിന്റെ റീസൺ they will be focusing on the calculation part. പക്ഷേ തിയറീസ് അവർ ഡിസ്കസ് ചെയ്യാറേ ഇല്ല. തിയറീസ് ഡിസ്കസ് ചെയ്യുന്നതിന് ഓരോ രീതിയുണ്ട്. there is separate approaches in which we can discuss the theories. അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ വരുമ്പോൾ അതിന്റെ നോളജ് പാർട്ട് മാത്രം എഴുതി വെക്കുകയല്ല വേണ്ടത്. ഷുഡ് പ്രോപ്പർലി know the structure in which we get to emphasize on that particular topic. അല്ലെങ്കിൽ അത് സെനാരിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് എഴുതാനും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ആ ഒരു കൺസെപ്റ്റ്സ് നിങ്ങൾ എപ്പോഴും നിങ്ങളൊരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, ഓഫ് കോഴ്സ് കാൽക്കുലേഷൻസ് ഐ ഫീൽ ലൈക്ക് മോസ്റ്റ്ലി എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ബട്ട് എസ്പെഷ്യലി വിത്ത് റെസ്പെക്ട് ടു ഡിസ്കഷൻ, മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളൊരു മെയിൻ പോയിന്റ്സ് നോട്ട് ചെയ്ത് പോവുക. എല്ലാത്തിലും നിങ്ങൾ ആൻസർ എഴുതി നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല. മെയിൻ പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ ഹൗ ടു എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ യുവർ ആൻസർ. അപ്പോൾ അത് ജസ്റ്റ് യു ഹാവ് ടു റിവ്യൂ യുവർ ആൻസേഴ്സ്
with respect to the past answers. Then presentation to the answer is very important കാരണം നമുക്ക് report format prepare ചെയ്യുന്ന സമയത്ത് നിങ്ങൾ report prepare ചെയ്യാൻ അറിഞ്ഞിരിക്കണം കാരണം അതൊക്കെ നിങ്ങൾക്ക് easily professional marks score ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. And finally, structure the answer in accordance with requirements. It's very important that in AFM there can be multiple requirements within the same question. ഇപ്പോൾ ഒരു 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ തന്നെ അവിടെ തന്നെ മൾട്ടിപ്പിൾ റിക്വയർമെന്റ്സ് കാണും. ഓക്കെ, അല്ലെങ്കിൽ ഒരു 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇറ്റ്സ് നോട്ട് എ സിംഗിൾ ക്വസ്റ്റ്യൻ വർത്ത് 50 മാർക്സ്. സോ അതിൽ തന്നെ ഓരോരോ ഈച്ച് ആൻഡ് റിക്വയർമെന്റ്സിനുള്ള മാർക്ക് അലൊക്കേഷൻ മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങളുടെ ആൻസർ സ്ട്രക്ചർ ചെയ്യുക. ഓക്കെ, സോ ഇത് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണെങ്കിലും these are the main exam techniques through which we can almost score something around ഒരു 10 to 15 easy marks നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഫോക്കസ് ചെയ്താൽ തന്നെ കിട്ടും. പ്രോപ്പർലി നിങ്ങളുടെ ഒരു ആൻസർ റിവ്യൂ ചെയ്ത് എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ആൻസേഴ്സ് പ്രസന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റിക്വയർമെന്റ്സിനനുസരിച്ച് ആൻസർ ചെയ്യുന്നു എന്ന് അറിഞ്ഞാൽ തന്നെ കുറെ നിങ്ങൾക്ക് മിസ് ഔട്ട് ആയി പോകുന്ന ഒരു 10 to 15 മാർക്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സോ എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു എ P-level പേപ്പർ ലൈക്ക് AFM, യു ഹാവ് ടു ബി ഫോക്കസ് വെരി വെൽ ഓൺ ദിസ് ഏരിയാസ്. അതിന് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ടോപ്പിക്സ് കവർ ആക്കുക. വി ഹാവ് ഓൾമോസ്റ്റ് അറൌണ്ട് 18 days ഫ്രം നൗ. ഇന്ന് തൊട്ട് നോക്കുവാണെങ്കിൽ എക്സാക്ട്ലി 18 days ഉണ്ട്. ഐ എം നോട്ട് റോങ്. നിങ്ങളുടെ എക്സാം വരുന്നത് September 10th തോന്നുന്നു. സോ ഇൻ ദാറ്റ് സെനാരിയോ, ലുക്കിംഗ് ഫ്രം ദാറ്റ് സെനാരിയോ, പ്രോപ്പർലി നിങ്ങൾക്ക് ടൈം അലൊക്കേറ്റ് ചെയ്ത് പഠിക്കാനുള്ള സമയമുണ്ട് ഇനി എല്ലാ ടോപ്പിക്സും. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു വിൽ സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 2 days ഫോർ പ്രാക്ടീസിങ് മോക്ക് പേപ്പേഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിലേ ഞാൻ ഈ പറയുന്ന പ്രോപ്പറായിട്ട് പ്രസന്റേഷനും അല്ലെങ്കിൽ സ്ട്രക്ചറിങ് ദ ആൻസർ ഇൻ അക്കോർഡൻസ് വിത്ത് റിക്വയർമെന്റ് ഒക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾക്ക് ആ വിത്തിൻ ഗിവൺ ടൈം ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് പറയാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിക്വയർമെന്റ്സ് read the scenarios carefully, then identify the topics. കാരണം നമുക്ക് AFM എപ്പോഴും ഒരു സെനാരിയോ ആണ്, അൺലൈക്ക് എനി SBR ഓർ ലൈക്ക് എനി അതർ പേപ്പേഴ്സ്. ഇപ്പൊ നമുക്ക് AFM ട്രിപ്പിളിലൊക്കെ വരുമ്പോൾ നമുക്കറിയാം, ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ്സ് അബൌട്ട് ഓഡിറ്റ് റിസ്ക്. അങ്ങനെ ഒരു സ്പെസിഫിക് ടോപ്പിക് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ക്വസ്റ്റ്യൻ നമ്പർ 1 ക്യാൻ ബി ഫ്രം corporate reconstruction, it can be from investment appraisal, or sometimes they can merge risk management and investment appraisal together. So it's very important to identify the topic. ഏത് ടോപ്പിക് ആണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അത് ചില സമയത്ത് റിക്വയർമെന്റ് മാത്രം വായിച്ചുകൊണ്ട് മനസ്സിലാവണമെന്നില്ല. സോ റിക്വയർമെന്റ് വായിച്ചിട്ട് ജസ്റ്റ് ഗോ ത്രൂ ദ സെനാരിയോ, ദെൻ യു വിൽ ഗെറ്റ് എ ബെറ്റർ പിക്ചർ അബൌട്ട് ഓക്കെ ഈ ഏത് ഏരിയ ആണ് ഇവരോ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. Then apply your relevant knowledge to the scenario, and finally show the calculation with proper discussions. കാരണം ഇവിടെ നമുക്ക് AFM-ൽ ഡിസ്കഷൻസ് എപ്പോഴും വരും. സോ ഓൾമോസ്റ്റ് ലൈക്ക് 50-50%, a 50% discussion and a 50% calculation. So it's very important that you have to properly explain your answers. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അസംഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ലൈക്ക് ഡിസ്കഷൻ എന്തെങ്കിലും ഒരു ഏരിയ ആണെങ്കിൽ ഈ പറയുന്ന റീസ്ട്രക്ചറിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഇറ്റ് വിൽ അഫക്ട് ദ ഷെയർ ഹോൾഡേഴ്സ്, ഹൗ ഇറ്റ് വിൽ അഫക്ട് ദ ഡെറ്റ് ഹോൾഡേഴ്സ്. ഇപ്പോൾ ഓരോരുത്തർക്കും വരുന്ന ഇമ്പാക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പറയുക. സോ ഇതൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യാൻ അറിഞ്ഞിരിക്കുക. വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് കാൽക്കുലേഷൻ അത് കണക്ട് ചെയ്ത് എഴുതാനും നിങ്ങൾ അറിഞ്ഞിരിക്കുക. So it's very important to present your answers in the AFM answer. And most importantly, plan your answers, use headings and short paragraph, and consider the stakeholders and relevant content and appropriate tone. Like ചില സെനാരിയോസിലൊക്കെ നമ്മളോട് സ്റ്റേക്ക് ഹോൾഡർ പെർസ്പെക്റ്റീവിൽ ആൻസേഴ്സ് എഴുതാൻ പറയും. Not just on the financial matters. We have to discuss about the different stakeholders who can get affected by our decisions, especially with respect to any sell-off decision or a demerger decision. So അങ്ങനത്തെ ആ ഏരിയാസ് ഒക്കെ നിങ്ങൾക്ക് ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇമ്പാക്ട് മനസ്സിലാക്കി എഴുതാൻ അറിഞ്ഞിരിക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വെൻ യു റൈറ്റ് എ ലോങ് ആൻസർ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻ പാരഗ്രാഫ്. സോ ഈച്ച് ആൻഡ് എവറി റിക്വയർമെന്റ്സിനനുസരിച്ചുള്ളൊരു ഷോർട്ട് പാരഗ്രാഫും മിനി പാരഗ്രാഫ്സ് വെച്ചിട്ട് വേണം, ഹെഡിങ്സും മിനി പാരഗ്രാഫ്സും വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ആൻസേഴ്സ് എഴുതാൻ. ഷുഡ് നോട്ട് ബി എ ലൈൻ. നിങ്ങൾ പോയിന്റ് വൈസ് അല്ല ആൻസർ എഴുതേണ്ടത്. യു ഷുഡ് യൂസ് പ്രോപ്പർ ഹെഡിങ്സ് and short paragraphs to explain about that particular area. Is it clear, everyone? So that's all about the overall answer, how to frame it and how we have to focus while writing the paper. The next one, in section A, we have one question which is worth 50 marks, and section B, you have got 2 questions worth 25 marks, and there will be something around 2 professional marks as well. 25 മാർക്സ് ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ഒരു 2 മാർക്സിന്റെ പ്രൊഫഷണൽ മാർക്സ് നിങ്ങൾക്ക് വരാം. ഗൈസ്, ദെൻ സെക്ഷൻ എ ഇപ്പൊ ഞാൻ കാണിച്ച പോലെ ഇങ്ങനെ ഒരു സെനാരിയോ ആയിരിക്കാം. സോ ഇപ്പൊ CMC കമ്പനി, സോ യുൽ ഗെറ്റ് എ ക്വസ്റ്റ്യൻ ഹിയർ ഇൻ ദ ലെഫ്റ്റ് സൈഡ്.
and towards right you will have a scenario based question. Scenario related ആയിട്ട് ഒരു whole case study പോലെ scenario കാണും, അതുമായിട്ട് related ആയിട്ട് ഒരു 15 marks question ആയിരിക്കും വരുന്നത്. So you can see the requirements to the left and you have to explain the answers in the right. So you'll be given a spreadsheet and Excel. So അത് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യാൻ. So even when you practice the questions, ഇപ്പോൾ നമ്മൾ ഓരോ റിവിഷൻ കഴിഞ്ഞതിന് ശേഷവും then I will give homeworks on a day-to-day basis from each topics that we cover. So make sure that you do the questions in that CBE platform itself. The CBE platform is you are given free resources to practice the questions there. So make sure that our CBE platform തന്നെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക. Otherwise it will be really difficult when it comes to the exam. കാരണം നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ please make sure that especially in AFM at the same time സ്പ്രെഡ്ഷീറ്റും അതേപോലെ എക്സലിലും കുറേ കാര്യങ്ങൾ വർക്ക് ചെയ്യാനും അതേപോലെ എഴുതാനും ഉണ്ട് നമുക്ക് AFM compared to any other papers like AAA or SPR or SPL. പക്ഷെ അതുവരെ ബാക്കിയുള്ള എല്ലാ പേപ്പേഴ്സിനും ഒന്നെങ്കിൽ കൂടുതലും ഒന്ന് നിങ്ങൾ എക്സലിൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾ എസ്പെഷ്യലി ബാക്കി എല്ലാ പേപ്പേഴ്സിനും സ്പ്രെഡ്ഷീറ്റിലാണ് കൂടുതലും എക്സ്പ്ലനേഷൻ വരുന്നത്. പക്ഷെ ഇപ്പൊ AFM അങ്ങനെയല്ല. നിങ്ങളിപ്പോ നോക്കുവാണെങ്കിൽ എല്ലാ ഒരു 50% നിങ്ങൾ ഒരു ക്വസ്റ്റ്യന്റെ കാൽക്കുലേഷൻസ് എക്സലിലും കാണിക്കണം. അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ഓൾമോസ്റ്റ് 50% മാർക്സ് നിങ്ങൾക്ക് സ്പ്രെഡ്ഷീറ്റിൽ നിന്നുമായിരിക്കും കിട്ടുന്നത്. It's really difficult at the same time ഇത് രണ്ടും മാനേജ് ചെയ്യാന്നുള്ളത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയാവുന്നുണ്ടെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചു എന്നുണ്ടെങ്കിലും ഇഫ് യു ആർ നോട്ട് ഡൺ ഇറ്റ് ഇൻ ദ CBE പ്ലാറ്റ്ഫോം, മേക്ക് ഷുവർ ദാറ്റ് ഞാൻ പറയുന്ന കുറെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അതെല്ലാം തന്നെ എന്ത് ചെയ്യുക, CBE പ്ലാറ്റ്ഫോമിൽ തന്നെ ചെയ്ത് പഠിക്കുക. ഓക്കെ, and section 2 you will get 2 marks. So total it's about 3 hours 15 minutes. What's your question? So is it clear? So it's just the introduction that ഏതൊക്കെ ഏരിയ ആണ് എന്തൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഐ ഹോപ്പ് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ CBE എക്സാംസ് എഴുതിയിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് വൺസ്. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ല. So now moving ahead to the day 1. So day 1 we will be focusing on, as we discussed, we will be focusing on advanced investment appraisal. So in advanced investment appraisal, we know that we are focusing on the fact that in financial management there is 3 key decisions. What are they? Investment decision, financing decision and dividend decision. അതില് ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്കറിയാം, റൈറ്റ് ഫ്രം ദ സ്റ്റാർട്ടിങ് ഓഫ് F9 നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, ഒബ്ജക്റ്റീവ് ഈസ് ടു മാക്സിമൈസ് ദ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. ഒരു ഫിനാൻഷ്യൽ മാനേജറിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാക്സിമൈസ് ദ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് ആണ്. സോ ഈവൻ നൗ വെൻ ഇറ്റ് കംസ് ടു AFM അതിൽ വ്യത്യാസമൊന്നുമില്ല. ദ ഒബ്ജക്റ്റീവ് ഈസ് ജസ്റ്റ് ദ സെയിം, but the difference is your role has been changed. Now you have the senior financial officer ആയിരിക്കും നിങ്ങളുടെ കമ്പനിയുടെ CFO ലെവലിൽ ഇരിക്കുന്ന ഒരാളായിരിക്കും. സോ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് നിങ്ങളുടെ കാൽക്കുലേഷൻസ് മാത്രമല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങളുടെ ഡിസ്കഷനും ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇൻ FM we are just a financial analyst, ഒരു ബേസിക് ജോബ് എന്നുള്ള രീതിയിൽ എല്ലാത്തിൻ്റെയും കാൽക്കുലേഷൻസ് മാത്രം അസസ് ചെയ്യാൻ മതിയായിരുന്നു. ഡിസ്കഷൻ ടോപ്പിക്സ് അത്രയും ചോദിക്കത്തില്ല. But when it comes to AFM, it's really important that at the same time you have to focus on the discussion area. So direct theory questions ഉണ്ട്, so I'll give notes for it. But scenario related ആയിട്ടുള്ള ഡിസ്കഷൻ അത് നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ടെക്സ്റ്റ് ബുക്ക് വായിച്ചതുകൊണ്ടൊന്നും ആ തിയറി എഴുതാൻ പറ്റത്തില്ല. Okay. So when it comes to advanced investment appraisal, first method to appraise a project, നമുക്കറിയാം what is the first project to appraise a project? It is using NPV യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊജക്റ്റിനെ അപ്രൈസ് ചെയ്യാറുള്ളത്. സോ അപ്പാർട്ട് ഫ്രം യൂസിങ് NPV, ഇപ്പൊ NPVയിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന എന്താണ്? സോ NPVയിൽ വി ആർ ഫോക്കസിങ് ഓൺ ദ ഫാക്ട് ദാറ്റ് വെദർ ദ പ്രൊജക്ട് ഈസ് വർത്ത് ഓർ നോട്ട്. നമ്മൾ ആ പ്രൊജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യണോ, അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണോ അല്ലയോ, അതാണ് നമ്മൾ ബേസിക്കലി NPVയിൽ ഫോക്കസ് ചെയ്യുന്നത്. സോ വാട്ട്സ് ദ മെത്തേഡ് ഫോർ NPV? It's a net present value. So we'll compare the present value of inflows with the present value of outflow. So NPV is equal to present value of all cash inflows minus the initial investment. That is NPV. So if the NPV is positive, then we will accept the project. If the NPV is negative, then we'll reject the project. So NPV positive ആണെങ്കിൽ നിങ്ങൾ ആ project accept ചെയ്യും. If the NPV is negative, then we will reject the project. So that's how we'll make an investment decision. And apart from NPV, we have another method which is known as IRR. So IRR is finding the percentage to be used for discounting. So
the present value of initial investment will be equal to present value of outflow. അല്ലെങ്കിൽ നമുക്ക് പറയാം the rate at which the present value of initial investment will be equal to the present value of inflows. So it's not outflows. The present value of inflows will be equal to present value of outflows. ആ പോയിന്റ് ആണ് നമ്മൾ എന്ന് പറയുന്നത് NPV 0 ആവുന്ന പോയിന്റ് എന്ന് പറയുന്നത്. So in other words, we can say that IRR is the return at which is the maximum return that we can get from a project. ഒരു പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മാക്സിമം റിട്ടേണിനെയാണ് IRR ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Okay. Then what about payback? In payback and discounted payback. So it explains about the amount of time required to recover the initial investment. അപ്പോൾ നമുക്ക് വേറൊരു അപ്രൈസൽ മെത്തേഡ് ആണ് എന്തെന്ന് പറയുന്നത് പേബാക്ക് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് പേബാക്ക് എന്ന് പറയുന്നത്. സോ ദിസ് ലിറ്ററലി കൺസിഡർ ദ റിസ്ക് ഓഫ് ദാറ്റ് അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ഓഫ് ദാറ്റ് പ്രൊജക്ട്. അപ്പോൾ കൂടുതൽ ടൈം എടുക്കും ആ പ്രൊജക്ട് റിട്ടേൺ തരുന്നതെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് there is higher uncertainty related to that project. കാരണം കൂടുതൽ ടൈം എടുക്കും റിട്ടേൺ തരാൻ അല്ലേ. സോ there is a higher uncertainty related to that project and we have something known as modified IRR. So modified IRR എന്ന് പറഞ്ഞാൽ എന്താണ്? We know that IRR is the point at which we can get the maximum return from the project. So let's say നിങ്ങളുടെ പ്രൊജക്റ്റിന്റെ IRR എന്ന് പറയുന്നത്, so can you see the word file here? Okay. So here in IRR method, we are assuming that the cash flows are getting reinvested at IRR. IRR assumption എന്താണ്? നമുക്ക് ആ പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഫ്ലോസ് നമ്മൾ തിരിച്ച് റീഇൻവെസ്റ്റ് ചെയ്യുന്നത് IRR-ൽ തന്നെ ആണെന്നാണ് അസംഷൻ IRR-ന്റെ. ബട്ട് ലെറ്റ്സ് സേ ഇഫ് എ പ്രൊജക്ട് ഈസ് ഹാവിംഗ് എ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് 10%. സോ എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what do you mean by cost of capital? That's the minimum return I have to make from the project. ആ പ്രൊജക്റ്റിൽ നിന്ന് ഞാൻ മിനിമം ക്രിയേറ്റ് ചെയ്യേണ്ട റിട്ടേൺ ആണ് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന 10%. ബട്ട് ഈ പ്രൊജക്റ്റിൽ നിന്ന് എനിക്ക് മാക്സിമം കിട്ടുന്ന റിട്ടേൺ ആണ് എന്തെന്ന് പറയുന്നത് 30%. അപ്പോൾ കമ്പനിയുടെ റിയൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയേ ഉള്ളൂ 10% ഉള്ളൂ. ബട്ട് ദ പ്രൊജക്ട് ഓവറോൾ റിട്ടേൺ എന്ന് പറയുന്നത് 30% ഉണ്ട്. സോ ഇൻ ആ സിനാരിയോ നിങ്ങൾക്ക് വേണ്ട റിട്ടേൺ 10% പക്ഷെ IRR പറയുന്നത് the cash flows will get reinvested at 30% അല്ലെങ്കിൽ at IRR എന്നാണ്. എസ്പെഷ്യലി ഇങ്ങനെ ഹയർ IRR റേറ്റ്സ് വരുന്ന സമയത്ത് ഇറ്റ്സ് ലിറ്ററലി അൺറിയലിസ്റ്റിക്. കാരണം ഒരിക്കലും നമുക്ക് 30% റിട്ടേൺ കിട്ടുന്ന ഒരു പ്രൊജക്ട് ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ അതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അസംഷൻ അല്ല. So because if the company is looking for higher return, get it, but there is a higher risk as well. പക്ഷേ നമുക്ക് ലിറ്ററലി എന്ത് മതി? We just need to recover that 10%. That's the cost of capital. So in reality, the cash flows are getting reinvested at cost of capital. അപ്പോൾ in reality, cash flows നമ്മൾ reinvest ചെയ്യുന്ന ഏതിലാണ്? At cost of capital ആണ്. So ഈ ഒരു assumption വെച്ചിട്ടാണ് നമ്മൾ MIRR എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലോട്ട് പറയുന്നത്. So in MIRR, we assume that the cash flows are reinvested at cost of capital. So that's how we arrive at the new method, MIRR. So MIRR is a modified version of IRR. So IRR എന്ന് പറയുന്നത് it's a maximum return that we can get from the project. But ഒരു unrealistic assumption ആയതുകൊണ്ട് നമ്മൾ എന്തിലോട്ട് പോകുന്നു? We have the discussion on MIRR. So MIRR is just an improvement on IRR. അപ്പൊ IRR-ന്റെ ഡ്രോബാക്ക് മാറ്റിയിട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് MIRR എന്ന് പറയുന്നത്. Then we have duration. അപ്പൊ പ്രോജക്റ്റിന്റെ ഈ പേബാക്കിന്റെ ഒരു അഡ്വാൻസ് വേർഷൻ ആയിട്ട് വരുന്നതാണ് ഡ്യൂറേഷൻ. So duration explains about the fact that what's the average time that will require to recover the present value of the project. ഒരു പ്രോജക്റ്റിന്റെ പ്രസന്റ് വാല്യൂ റിക്കവർ ചെയ്യാൻ എടുക്കുന്ന ആവറേജ് ടൈമിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാക്യുലേ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. So the macular duration explains about the time taken to recover the present value of the project. And let's say if the NPV of two projects could be same, but it takes time to recover the initial investment may not be the same. ചിലപ്പോൾ ഒരു പ്രോജക്റ്റിന്റെ രണ്ടത്തെ NPV സെയിം ആയിരിക്കാം, പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിന്റെ ബേസിസിൽ NPV സെയിം ആയിരിക്കാം, പക്ഷെ ഡ്യൂറേഷൻ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഏത് പ്രോജക്റ്റിന്റെ ആണ് ഡ്യൂറേഷൻ കൂടുതൽ, അതിന്റെ റിസ്കും കൂടുതലായിരിക്കും compared to a project which is having a lower duration. So these are the main methods we have to learn with respect to investment appraisal: NPV, IRR, payback, then modified IRR, and macular duration. Is it clear, everyone?
Can you reply in the chat? So ഇവിടെ തന്നെ NPV ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. In association to NPV, there will be some other questions. So first of all, NPV നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. Okay, so NPV, when we calculate the NPV, we have a format for calculating the NPV. So NPV explains about the return from the project should be equal to the return required by investors. അതിനെയാണ് cost of capital എന്ന് പറയുന്നത്. So hence the cash flows are discounting at the cost of capital. അപ്പോൾ NPV യിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് കിട്ടുന്ന ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിസ്കൗണ്ട് ചെയ്യും. ബിക്കോസ് ദാറ്റ്സ് എ മിനിമം റിട്ടേൺ ഐ ഹാവ് ടു ഗെറ്റ് ഫ്രം ദ പ്രൊജക്ട്. അതുകൊണ്ടാണ് ഞാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിസ്കൗണ്ട് ചെയ്യുന്നത്. And when we prepare the NPV calculation, we have to prepare separate working notes for taxation, working capital, as well as for the depreciation. And most importantly, taxation എന്ന് പറയുന്നതിന്റെ എഫക്ട് എന്തൊക്കെയായിരിക്കും? It will have two effects. It will have a positive effect and a negative effect. എന്താണ് പോസിറ്റീവ് എഫക്ട് എന്ന് പറയുന്നത്? When we forecast the operating cash flows, that is sales minus variable cost minus fixed cost, then you will get the net revenue. ആ റവന്യൂവിൽ നിന്ന് നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും? We have to pay tax payable on this revenue. So that's a negative effect. At the same time, നമുക്ക് ഡിപ്രീസിയേഷൻ, ടാക്സ് അലവബിൾ ഡിപ്രീസിയേഷൻ, അല്ലെങ്കിൽ നമുക്ക് ടാക്സ് അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് ഈ ഇൻവെസ്റ്റ്മെന്റിനോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ച അസറ്റിനോ അലവൻസ് കിട്ടും. So that on that allowance we can save tax. So we will get tax savings on allowance. Then apart from that, there is working capital assumption. So working capital assumption എന്താണ്? Here we will assume that whatever the investment in working capital are recovered fully at the end of the project. So working capital investment എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ whatever the investment we have in the working capital will get recovered fully at the end of the project. കാരണം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു സൈക്കിൾ പോലാണ്. സോ വി ആർ അസ്യൂമിങ് ദാറ്റ് നമ്മൾ ഇനിഷ്യലി എന്താണോ ഒരു പ്രൊജക്ടിന്റെ വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ദിസ് ഐറ്റം വിൽ ഗെറ്റ് റീഇംബേഴ്സ് അറ്റ് ദ എൻഡ് എന്നുള്ളതാണ് നമ്മുടെ അസംപ്ഷൻ. ദെൻ എന്തെങ്കിലും ലോസസ് ഒക്കെ വരുവാണെങ്കിൽ, there are two ways in which we can account for the loss. For losses, there are two methods to treat losses. First one, നമുക്ക് ഒന്നെങ്കിൽ carry forward ചെയ്യാം and set off against the future profit, or take the benefit immediately against the other projects. Here, charge tax on profit, but show it as a positive figure as well. ഇപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ലോസസിനെ ട്രീറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് പോവാം. ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് വരുന്ന സമയത്ത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്ത് വിടാം. അല്ലെങ്കിൽ ഈ വർഷം തന്നെ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാം ഫ്രം ദ പ്രോഫിറ്റ് മെയ്ഡ് ഓൺ ദ അതർ പ്രൊജക്ട്സ്. ഓക്കെ, so here the charge tax on profit, but it will be shown as a positive figure. അപ്പോൾ നമ്മൾ വേറൊരു പ്രൊജക്ടിന്റെ പ്രോഫിറ്റിന് മണ്ടയ്ക്ക് ടാക്സ് ബെനിഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് that will not be accounted as an expense, it will be a positive figure because the benefit that we receive. Then finally calculate the NPV using the formula on the Excel. എന്താണ് NPV കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല? is equal to NPV, select the rate, bracket open, select the rate, select the cash flows from year 1 to the end of that project, then net it off with your initial investment. So this is the format we have to follow for calculating NPV. So അല്ലെങ്കിൽ നിങ്ങൾ NPV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മെയിൻലി ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണിത്. I personally feel like ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാൽക്കുലേഷൻ ആയിരിക്കും NPV കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. സോ ഇതിൽ തന്നെ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ചില അഡ്ജസ്റ്റ്മെന്റ്സിനെ പറ്റി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. Is it clear everyone? Can you reply in the chat? So just to note ചെയ്തോ, just note down that points.
Done. So apart from that NPV calculation, when it comes to AFM, NPV almost FM advanced area foreign NPV calculations. So whenever we are calculating a foreign NPV, first of all, normally NPV we have to calculate the cash flows in the foreign currency. Okay, so if you foreign currency cash flows predict, then we'll convert to home currency. Okay, so we'll just discuss the format of the same. So can you see the weight file here? Okay, this is foreign NPV format. So we have to predict the cash flows, operating cash flows predict. We'll predict it in the foreign currency. For foreign currency, cash flows predict. It is revenue, then taxation in pesos, capital expenditures in pesos. Predict. Then we'll add back the tax allowable depreciation. And finally, you will get the net cash flows in pesos. Then we'll convert this cash flows in the exchange rate. We'll convert this cash flows in pesos. So foreign currency, foreign currency cash flows predict. Okay, that is revenue minus revenue will include all revenue from it, like where currency revenue, we have to convert it to the functional currency of our foreign country. Then the tax allowable depreciation will adjust here. Then you will get taxation in pesos. Then capital expenditures on adjust here. Then add back the tax allowable depreciation, because we literally know that tax savings adjust tax allowable depreciation. Now we have to add it back. Then finally you will get the net cash flows in pesos. This is convert dollar convert, that is to our home currency. But normally NPV format. So first of all, we have to predict the cash flows in the operating cash flows in the foreign currency. Then using that exchange rate, convert, you have to convert it to home currency. So convert first year, second year, third year, fourth year like exchange rate. Question predict use rate. What's the rate that we use to predict that exchange rate? We'll predict the exchange rate using purchasing power parity method. Okay, so purchasing power parity that is spot rate into 1 plus inflation of first currency divided by 1 plus inflation of second currency. See your format which calculate. You will be calculating the foreign currency NPV. Exchange rate calculate but raise to 1, raise to 2, raise to 3, raise to 4, rate increase. Okay, so once we convert it into home currency load convert is there any kind of extra domestic tax we have to pay? Extra domestic tax, let's say in the foreign currency, tax rate is 35%. The tax in the rate is 40%. The tax rate in our country is 40%. So in that scenario, you already tax cash flows 35% matte country. There will be double tax treaty. So the same amount pay. But if there is any excess, foreign country tax rate in that scenario, that extra 5% tax we have to pay in our home currency.
അപ്പോൾ നിങ്ങൾ കൺവേർട്ട് ചെയ്ത എടുത്ത ക്യാഷ് ഫ്ലോയുടെ മണ്ടയ്ക്ക് you have to calculate the extra domestic tax. Then finally you will get the profit on intercompany transaction. Then ഇത് കൂടാതെ if you have any kind of profit on intercompany transaction means നമ്മുടെ പേരന്റ് ഫോറിൻ സബ്സിഡിക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. So like a kind of a management fee or any kind of parts സെല് ചെയ്യുന്ന അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇത് ക്വസ്റ്റ്യൻ മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്ന എന്തെങ്കിലും പ്രോഫിറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദ ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസ് പ്രോഫിറ്റ് ഷുഡ് ബി ആഡഡ് ഹിയർ. അതിനെ അപ്പോൾ നമ്മുടെ ഹോം കറൻസിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. ദെൻ അത് കൂടാതെ എന്തെങ്കിലും ലോക്കൽ ക്യാഷ് ഫ്ലോസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ ഫൈനലി യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ ടാക്സ് പെയ്ഡ് ഓർ സേവ്ഡ് ഓൺ ലോക്കൽ ക്യാഷ് ഫ്ലോസ്. അപ്പൊ നമ്മുടെ ഇപ്പോൾ ലോക്കൽ കറൻസി ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഡോളർ ആണ്. അപ്പൊ എന്താണോ ആ ലോക്കൽ കറൻസിയിൽ നിങ്ങൾക്ക് വരുന്ന ആ ക്യാഷ് ഫ്ലോ, ആ ക്യാഷ് ഫ്ലോസിനെ നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. യു ഹാവ് ടു പേ ദ ടാക്സ്. ഇപ്പൊ നമ്മുടെ രാജ്യത്തെ ടാക്സ് എന്താണോ ആ ടാക്സ് ഈ പറയുന്ന പ്രോഫിറ്റ് ഓൺ ഇന്റർ കമ്പനിയും പിന്നെ അതേ കൂടാതെ എന്തെങ്കിലും ഔട്ട്ഫ്ലോയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ നെറ്റ് ചെയ്തിട്ട് നെറ്റ് ലോസ് ആവുന്നെങ്കിൽ ഇറ്റ് വിൽ ബി ദ ടാക്സ് സേവ്ഡ്. ഇഫ് ഇറ്റ്സ് ദ ഓപ്പോസിറ്റ് വേ, this is the other. Okay. The loss വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സ് സേവിങ്സ് ആയിരിക്കും. If it is a profit, then it's like a tax paid. And finally, you will get the net cash flows in dollars. That discount factor use ചെയ്യുക. You have to use a discount factor of our own company. Then calculate the present value. Then finally, you will calculate the present value. Is it clear, everyone? A format clear ആണോ? Can you reply in the chat, guys? Is it clear? Okay. Okay. So with respect to NPV, അപ്പോൾ നിങ്ങൾക്ക് നോർമൽ NPV കാണും, ഫോറിൻ NPV കാൽക്കുലേറ്റ് ചെയ്യാൻ കാണും. So with respect to this foreign NPV calculation, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രണ്ട് ക്വസ്റ്റ്യൻ ഫോക്കസ് ചെയ്യുക. ചുംറ കമ്പനി ആൻഡ് ഇലാൻവേ, ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്തേക്കുക. Okay. Then next one നമുക്ക് വരുന്നത് APV ആണ്. So we'll discuss the situation in which we'll use APV. So normally we know that we can use NPV, our existing NPV calculation, if there is no change in business finance, business risk and financial risk. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിന്റെ നമ്മുടെ ബിസിനസ് റിസ്ക്കും അതേപോലെ ആ പ്രോജക്റ്റിന്റെ
if there is no change in the business risk and financial risk, then the size of the project which the company is going to invest is relatively negligible. Okay, so if there is no change in the business risk and financial risk, business riskilum financial riskilum പ്രത്യേകിച്ച് change ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, the size of the project which the company is going to invest is relatively negligible ആണ്. Clear ആണോ? അപ്പോൾ we can only use our existing NPV calculation അല്ലെങ്കിൽ existing WACC വെച്ചിട്ടുള്ള NPV calculation നിങ്ങൾക്ക് എപ്പോഴേ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിന്റെ സൈസ് നമ്മുടെ കമ്പനിയെ വെച്ച് നോക്കുമ്പോൾ നെഗ്ലിജിബിൾ ആണെങ്കിലോ അല്ലെങ്കിൽ if there is no change in the financial risk and business risk, ഈ സമയത്തൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? We can appraise the project using our existing cost of capital. We can appraise the project using our existing cost of capital. നിങ്ങളുടെ ഇപ്പോഴത്തെ എന്താണോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കാൽക്കുലേഷൻ നടത്താം. And how to calculate the cost of capital? We have to calculate the cost of equity, the cost of debt and preference shares of the company separately. എന്നിട്ട് അതിന്റെ വെയിറ്റഡ് ആവറേജ് എടുക്കുന്നതിനാണ് നമ്മൾ WACC എന്ന് പറയുന്നത്. Okay, so it's clear everyone? So if there is no change in business risk and financial risk, as well as the size of the project which the company is going to invest is relatively negligible, and the same way in those situations, and appraise the project, we will use the existing cost of capital. So ഈ സിറ്റുവേഷനിലാണ് നമുക്ക് എന്ത് വരുന്നത്? We can use our existing WACC calculation to calculate the existing WACC വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? NPV calculate ചെയ്യാം. But let's say if the business risk is getting changed, if there is a change in the business risk, അപ്പോൾ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല? We cannot use our existing WACC. കാരണം നിങ്ങൾ നോർമലി WACC കാൽക്കുലേറ്റ് ചെയ്യാൻ നേരം we will be using CAPM formula for calculating WACC. CAPM ഫോർമുലയിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? RF plus beta E into RM minus RF. ഈ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. So what is beta E here? Beta E എന്ന് പറയുന്നത് എന്താണ്? It is a systematic risk, അല്ലെ? ഒരു കമ്പനിയുടെ സിസ്റ്റമാറ്റിക് റിസ്കിനെയാണ് ബീറ്റ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. So systematic risk of a company includes both financial risk and business risk. അപ്പോൾ ആ കമ്പനിയുടെ ഫൈനാൻഷ്യൽ റിസ്കും ബിസിനസ് റിസ്കും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് സിസ്റ്റമാറ്റിക് റിസ്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. So in the scenario 1, in case 1, if there is a change in the business risk, can we use WACC? ഇല്ല, നമുക്ക് WACC യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് നമ്മുടെ എക്സിസ്റ്റിംഗ് കമ്പനിയുടെ ഫൈനാൻഷ്യൽ റിസ്കും ബിസിനസ് റിസ്കും വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിന്റെ ബിസിനസ് റിസ്ക് വേറെയാണെങ്കിൽ we have to calculate a new systematic risk. So how will you calculate a new systematic risk? First of all, we have to calculate the business risk of our target company. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഇൻഡസ്ട്രി ആവറേജോ വെച്ചിട്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? We have to calculate a new business risk. So business risk calculate ചെയ്യുന്ന ഫോർമുല എന്താണ്? The beta E is equal to beta E multiplied by VE divided by VE plus VD into 1 minus T. So that's a formula that we'll use to calculate the systematic business risk of a company. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബീറ്റ ഇയും വിയും വി ഡിയും ഒക്കെ ആരുടെ ആയിരിക്കണം? It will be of our proxy company and target company by using the industry average of our target company. Is it clear everyone? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? We have to calculate the new business risk. അപ്പോൾ പുതിയ സിസ്റ്റമാറ്റിക് റിസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ ബിസിനസ് റിസ്ക് കണ്ടുപിടിക്കുക.
So once we calculate the business risk, അപ്പോൾ നിങ്ങൾക്ക് അറിയാം ബിസിനസ് റിസ്ക് മാറിയത് കൊണ്ട് നമ്മൾ പുതുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിന്റെ എന്ത് കണ്ടുപിടിക്കാം? വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ബിസിനസ് റിസ്ക് ഓഫ് അവർ ന്യൂ പ്രൊജക്ട്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് ഈ ബീറ്റ എ ഈസ് ഈക്വൽ ടു ബീറ്റ ഇ മൾട്ടിപ്ലൈഡ് ബൈ വി ഡിവൈഡഡ് ബൈ വി പ്ലസ് വി ഡി ഇൻറ്റു 1 - t ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബീറ്റ ഇയും വിയും വി ഡിയും ഒക്കെ ആരുടെ ആയിരിക്കണം? നമ്മുടെ ടാർഗറ്റ് കമ്പനിയുടെ ആയിരിക്കും. ഓക്കെ, ദെൻ beta e is equal to beta a, that is beta a which you have calculated in step 1. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? ആ പുതിയ ബിസിനസ് റിസ്ക് നമ്മൾ കണ്ടുപിടിച്ചു. ആ ബിസിനസ് റിസ്ക് വെച്ചിട്ട് യു ഹാവ് ടു കാൽക്കുലേറ്റ് എ ന്യൂ സിസ്റ്റമാറ്റിക് റിസ്ക്. നമ്മളൊരു പുതിയ സിസ്റ്റമാറ്റിക് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ വി ക്യാൻ ജസ്റ്റ് റീഅറേഞ്ച് ദാറ്റ് സെയിം ഇക്വേഷൻ. അപ്പോൾ പക്ഷെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ബീറ്റ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഓഫ് അവർ ടാർഗറ്റ് കമ്പനി, നമ്മുടെ ടാർഗറ്റ് കമ്പനിയുടെ ആയിരിക്കും. Into VE plus VD into 1 - t by VE ചെയ്യുക. So what is VE? The value of equity and value of debt of our company. നമ്മുടെ കമ്പനിയുടെ എന്ത് യൂസ് ചെയ്യണം? VE VD വേണം നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് ബിസിനസ് റിസ്ക് കണ്ടുപിടിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? സ്റ്റെപ്പ് 2 കാൽക്കുലേറ്റ് the new systematic risk. So first step നമ്മൾ almost like ungear ചെയ്യാന്ന് പറയും. Second step എന്താണ്? Again we are regearing it. So when we regear it, നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ existing capital structure ആണ്. So ഇവിടെ യൂസ് ചെയ്ത value of equity, value of debt ഒക്കെ ആരുടെയാണ്? It is of our own company. നമ്മുടെ own company ആണ്. Is it clear, everyone? Can you reply in the chat? Then now we will get a systematic risk which is adjusted for business risk of our target company. We'll use this beta E to calculate a new KE using the formula CAPM. അപ്പോൾ CAPM formula വെച്ചിട്ട് നിങ്ങൾ പുതിയൊരു KE കണ്ടുപിടിക്കുക. Okay, so now we calculate a new systematic risk. So now we will get a systematic risk which is adjusted for the business risk of our target company. ആ systematic risk വെച്ചിട്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും? We'll calculate the new cost of equity. So now this cost of equity is reflecting the business risk of our new project. അപ്പോൾ നിങ്ങളുടെ പുതിയ പ്രോജക്റ്റിന്റെ ബിസിനസ് റിസ്കിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇതായിരിക്കും ഇത്. So by using the KE, we'll calculate the new WACC which is adjusted, which is the risk adjusted WACC. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? Risk adjusted WACC എന്ന് പറയുന്നത്. So whenever there is a change in the business risk, we have to calculate the risk adjusted WACC. എന്നിട്ട് ആ risk adjusted WACC വെച്ചിട്ട് വേണം നിങ്ങൾ ആ പ്രോജക്റ്റിന്റെ NPV കാൽക്കുലേറ്റ് ചെയ്യാൻ. Is it clear, everyone? Can you reply in the chat? Okay, so ഇതേ സിറ്റുവേഷൻ തന്നെ നിങ്ങൾ ഇനി പ്രോജക്റ്റ് അപ്രൈസ് ചെയ്യുന്ന സമയത്ത് let's say if both businesses and financial risk changes, then how we will appraise the project. ഇപ്പോൾ നിങ്ങളുടെ രണ്ട് ബിസിനസ് റിസ്കും ഫിനാൻഷ്യൽ റിസ്കും മാറുവാണെങ്കിൽ how we will appraise the project. നിങ്ങൾ എങ്ങനെ ആ പ്രോജക്റ്റിനെ അപ്രൈസ് ചെയ്യും? So here we'll use an APV method. അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? We are using an APV method. So APV മെത്തേഡിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഫിനാൻഷ്യൽ റിസ്ക് മാറുവാണെങ്കിൽ whenever there is a change in the financial risk എന്ന് വെച്ചാൽ
നമ്മൾ ആ പുതിയ പ്രോജക്റ്റ് എടുത്തത് കൊണ്ട് നമ്മൾ അതിനു വേണ്ടി എന്തെങ്കിലും ഫണ്ടിങ് ഒക്കെ ചെയ്തു കാണും, എക്സ്ട്രാ ഡെറ്റോ അല്ലെങ്കിൽ എക്സ്ട്രാ ഇക്വിറ്റിയോ വല്ലോ ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ആസ് എ റിസൾട്ട് ദ ഓവറോൾ എക്സിസ്റ്റിംഗ് ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് അവർ കമ്പനി വിൽ ചേഞ്ച്. സോ ആസ് എ റിസൾട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു കാൽക്കുലേറ്റ് എ റിസ്ക് അഡ്ജസ്റ്റഡ് വാക്കിന് പകരം നമ്മളിവിടെ APV ആയിരിക്കും ഫോളോ ചെയ്യുന്നത്, ദാറ്റ് ഈസ് അഡ്ജസ്റ്റഡ് പ്രസന്റ് വാല്യൂ മെത്തേഡ്. അപ്പോൾ ഇവിടെ 2 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻ ഫസ്റ്റ് സ്റ്റെപ്പ് വിൽ കാൽക്കുലേറ്റ് എ ബേസ് കേസ് NPV. സോ വാട്ട് യു മീൻ ബൈ ബേസ് കേസ് NPV? വി വിൽ ലിറ്ററലി കാൽക്കുലേറ്റ് ദ NPV of the project by using ungeared cost of equity. നമ്മൾ ഒരു പ്രോജക്റ്റിന്റെ എന്ത് കണ്ടുപിടിക്കുന്നു? We are calculating the NPV of a project but using ungeared cost of equity. Ungeared cost of equity വെച്ചിട്ടാണ് നിങ്ങൾ ഒരു പ്രോജക്റ്റിന്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Is it clear everyone? Okay. So when you are calculating the ungeared cost of equity, നിങ്ങൾക്ക് 2 രീതിയിൽ ഒരു പ്രോജക്റ്റിന്റെ അൺഗിയർഡ് കോസ്റ്റ്, ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിന് KE അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ KE അൺഗിയർഡ് കണ്ടുപിടിക്കാം. ഒന്നെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? യൂസിങ് ദിസ് ഫോർമുല RF പ്ലസ് ബീറ്റ A ഇൻറ്റു RM മൈനസ് RF. സോ ഇത് നിങ്ങളിപ്പം നിങ്ങളുടെ റിവിഷൻ കീഴിൽ സ്ട്രെയർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ആ ക്വസ്റ്റിനകത്തിൽ ആ ഒരു അപ്രോച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒന്നെങ്കിൽ അൺഗിയർഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് RF പ്ലസ് ബീറ്റ E ആയിരുന്നു സിസ്റ്റമാറ്റിക് റിസ്ക്. സോ അതിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ബീറ്റ A യൂസ് ചെയ്യുക, ദാറ്റ് ഈസ് അസറ്റ് ബീറ്റ യൂസ് ചെയ്യുക ഇൻറ്റു RM മൈനസ് RF. നമുക്ക് അത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം? KE അൺഗിയർഡ് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് എ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഓഫ് എ കമ്പനി who does not have the debt. Then in the same way we have another formula, KE geared formula ഉണ്ട്, that is KE ungeared plus KD minus KEU into 1 minus T multiplied by D by E. അതാണ് നമ്മുടെ M&M with tax formula എന്ന് പറയും. അപ്പൊ M&M with tax formula ആണ് രണ്ടാമത്തെ ഇക്വേഷൻ. നിങ്ങളുടെ ക്വസ്റ്റിനിൽ തന്നെ ടിപ്പിലിറ്റി എന്ന് പറഞ്ഞൊരു എക്സാമിൽ ഒരു ക്വസ്റ്റൻ ഉണ്ട്. സോ ഈ ക്വസ്റ്റിനകത്തിൽ സെക്കൻഡ് അപ്രോച്ച് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ പറയുന്നത്, സോ ഈ പറയുന്ന കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ലിറ്ററലി പ്രാക്ടീസ് ദിസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് അത് പെർഫെക്റ്റ്ലി മനസ്സിലാവും. ഓക്കെ, സോ whenever you are calculating APV, ആദ്യം നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? We have to calculate the base case NPV. സോ എന്താണ് ഈ ബേസ് കേസ് NPV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? NPV കാൽക്കുലേറ്റഡ് യൂസിങ് ദ KE ungeared. അപ്പൊ KE ungeared കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് ഇത്. Now in step number 2 നിങ്ങൾ എന്ത് കണ്ടുപിടിക്കും? We'll calculate the present value of tax savings of the loans we have taken. അപ്പോൾ നമ്മൾ എടുത്ത ലോൺസിന്റെ ബേസിസിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? Present value of tax savings കാൽക്കുലേറ്റ് ചെയ്യുക. So the present value of the tax savings we have taken, let's say if it's a 5-year project, അവിടെ നമുക്ക് എന്ത് കിട്ടും? On the loans we have taken we can save the interest. അപ്പോൾ normal plus subsidized interest എന്താണെന്ന് നോക്കുക. അതിപ്പോൾ let's say if there is a tax savings, tax rate is 30%, so into 30% multiplied by annuity factor. ഇപ്പോൾ എത്ര വർഷത്തെ, ഇപ്പോൾ 5 വർഷത്തെ പ്രോജക്റ്റ് ആണെങ്കിൽ 5 വർഷത്തെ annuity factor മൾട്ടിപ്ലൈ ചെയ്യുക. So this discount rate can be either cost of debt or risk-free rate of return or yield to maturity യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിങ് റേറ്റ് ആയിട്ട് ഒന്നെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ബോണ്ടിന്റെ അല്ലെങ്കിൽ ആ ഡെറ്റിന്റെ yield to maturity യൂസ് ചെയ്യാം. ദെൻ ഈ സബ്സിഡൈസ് ലോൺ എടുക്കുന്നത് കൊണ്ട് ലെറ്റ്സ് സേ ഇഫ് ദ സബ്സിഡൈസ് ലോൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 2% ആൻഡ് നോർമൽ ലോൺ റേറ്റ് ഈസ് 5%. അങ്ങനെയാണെങ്കിൽ എന്താണോ ലിറ്ററലി നിങ്ങൾ സേവ് ചെയ്യുന്നത്? സോ വാട്ട്സ് ദ എമൗണ്ട് ദാറ്റ് വി സേവ് ഹിയർ? വി ആർ സേവിങ് 3% ഇൻട്രസ്റ്റ്. പക്ഷെ ആ 3% ഇൻട്രസ്റ്റ് മൊത്തം നമ്മൾ സേവ് ചെയ്യുന്നില്ല. ലിറ്ററലി ഓൺ ദാറ്റ് 3% സേവിങ്സ് നിങ്ങൾക്ക് എത്ര രൂപ നഷ്ടമായി? 30% ടാക്സ് സേവിങ്സ് കിട്ടിയതിന് അത് നഷ്ടമായി. സോ ഓൺലി ദാറ്റ് 70% ഓഫ് ദിസ് 3% ഓഫ് യുവർ ടോട്ടൽ എമൗണ്ട് യു ഹാവ് ടേക്കൺ ത്രൂ ഡെറ്റ് ഇസ് വാട്ട് യു സേവ്. സോ അതേ ഇൻറ്റു ആനുവിറ്റി ഫാക്ടർ ഓഫ് എത്ര വർഷത്തേക്കാണോ അത്രയും ചെയ്യുക. So this is how we will calculate the financial impact. അപ്പോൾ ആ പറയുന്ന പ്രോജക്റ്റിന് വേണ്ടി നമ്മൾ എടുത്ത ഡെറ്റിന്റെ ഫിനാൻഷ്യൽ ഇമ്പാക്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സോ ഇവിടെ എപ്പോഴും സ്റ്റുഡൻസിന് വരുന്ന ഒരു കൺഫ്യൂഷൻ ആണ്, എന്തുകൊണ്ട് നമ്മൾ കോസ്റ്റ് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിനെ ഒന്നും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല, കാരണം അതൊരു ഫിനാൻഷ്യൽ ഇമ്പാക്ട് അല്ലേ. ബട്ട് ലിറ്ററലി നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന ക്യാഷ് ഫ്ലോസിനെയൊക്കെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏതാണ്? കോസ്റ്റ് ഓഫ് ഡെറ്റ് ആണ്. സോ ദാറ്റ്സ് ഹൗ വിൽ ആക്ച്വലി കൺസിഡർ ദ ഇമ്പാക്ട് ഓഫ് that interest cost എന്ന് പറയുന്നതിന്റെ ഇമ്പാക്ട് നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യുന്നുണ്ട്?
ഇതിനെയൊക്കെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ഡെറ്റ് ആണ്. സോ ലിറ്ററലി യു ആർ കൺസിഡറിംഗ് ദാറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ദെയർ, ബിക്കോസ് ദാറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഈസ് ഓൾറെഡി ഇൻകോർപ്പറേറ്റഡ് ടു ദ കോസ്റ്റ് ഓഫ് ഡെറ്റ്. അപ്പൊ നമ്മൾ വീണ്ടും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. Is it clear, everyone? Then finally, in step number 3, we'll calculate the APV using the issue cost. അപ്പോൾ നമ്മുടെ ആ ഇക്വിറ്റിക്കോ അല്ലെങ്കിൽ സബ്സിഡൈസ് ലോണിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോണൊക്കെ നമ്മൾ എടുത്തപ്പോൾ അതിനൊക്കെ ഇഷ്യൂ കോസ്റ്റ് വന്നിട്ടുണ്ടായിരിക്കും. സോ ആ ഇഷ്യൂ കോസ്റ്റും കൺസിഡർ ചെയ്യുക. സോ വെൻ വി കാൽക്കുലേറ്റ് ദ APV is a sum of the base case NPV plus the present value of the interest savings then minus issue cost. അപ്പോൾ ഇത് മൂന്നൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് നിങ്ങളുടെ എന്തെന്ന് പറയുന്നത് അഡ്ജസ്റ്റഡ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ ബി സുപ്പീരിയർ ടു എ നോർമൽ NPV മെത്തേഡ്. കാരണം NPVയിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല, വി ആർ യൂസിങ് എ വെയ്റ്റഡ് ആവറേജ്. പക്ഷേ APVയിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, വി ആർ കൺസിഡറിംഗ് ദ ഇമ്പാക്ട് ഓഫ് ഈച്ച് ആൻഡ് എവറി ഫിനാൻസ് വി യൂസ് സെപ്പറേറ്റ്ലി. അപ്പൊ അതാണ് ഇത്രയുടെ ബെറ്റർ മെത്തേഡ് കമ്പയർഡ് ടു NPV എന്ന് പറയുമ്പോൾ, എസ്പെഷ്യലി വെൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ ഫൈനാൻഷ്യൽ റിസ്ക്. Is it clear, everyone? Can you reply in the chat? Okay. So that's it. ഇപ്പോൾ നമ്മുടെ എല്ലാ ബേസിക് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സും നമ്മൾ നോക്കി വിത്ത് റെസ്പെക്ട് ടു ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ. സോ NPV, then APV മെത്തേഡ്, then MIRR കാൽക്കുലേഷൻ, അല്ലെങ്കിൽ അതിന്റെ കൺസെപ്റ്റ്സും കാര്യങ്ങളെല്ലാം നോക്കി. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് the risk and uncertainty. So what do you mean by risk and uncertainty? നമ്മൾ ഈ പറയുന്ന NPVയിലാണെങ്കിലും അതേപോലെ തന്നെ IRRലൊക്കെ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചറിലെ ക്യാഷ് ഫ്ലോസിനെയാണ്, ഫ്യൂച്ചർ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോസ് ആണ്. ഈ പറയുന്ന ഫ്യൂച്ചർ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോസ് എന്താവാൻ ചാൻസസ് ഉണ്ട്? സോ ദർ ഇസ് എ ഹയർ ചാൻസ് ദാറ്റ് ദിസ് ഫ്യൂച്ചർ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോസ് ക്യാൻ ചേഞ്ച്. ഈ നമ്മൾ ഫ്യൂച്ചറിൽ എക്സ്പെക്ട് ചെയ്യുന്ന ക്യാഷ് ഫ്ലോസ് മാറാൻ സാധ്യതയുണ്ട്, അല്ലെ? അപ്പോൾ ചിലപ്പോൾ സെയിൽസ് പ്രൈസ് മാറാം, അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് മാറാം, അങ്ങനെ ഇതൊക്കെ മാറാൻ സാധ്യതയുണ്ട്. സോ ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ സച്ച് ക്യാഷ് ഫ്ലോസ്, ആ പറയുന്ന ചേഞ്ചിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? വി ആർ ട്രൈങ് ടു കൺസിഡർ ഇറ്റ് അറ്റ് ദ ടൈം ഓഫ് കാൽക്കുലേഷൻ ഓഫ് അവർ NPV. ചിലപ്പോൾ ഇഫ് ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ദ സെയിൽ പ്രൈസ്, അത് നിങ്ങളുടെ NPVനെ കൂട്ടും. അറ്റ് ദ സെയിം വേ ഇഫ് ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ വേരിയബിൾ കോസ്റ്റ്, ചിലപ്പോൾ അത് നമ്മുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വേരിയബിൾ കോസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രോജക്റ്റിന്റെ ഔട്ട്ഫ്ലോയിനെ കൂട്ടും. ലിറ്ററലി ദ NPV വിൽ ഗോ ഡൗൺ. So in sensitivity analysis, literally you are trying to consider the impact of each and every variables on your NPV calculation. അപ്പോൾ നമ്മുടെ NPV കാൽക്കുലേഷന്റെ ഭാഗമായിട്ട് വരുന്ന ഓരോ വേരിയബിൾസിന്റെയും ചേഞ്ചിലുള്ള ആ ഇമ്പാക്ടിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വി ആർ കാൽക്കുലേറ്റിംഗ് ദ സെൻസിറ്റിവിറ്റി അനാലിസിസ്. അപ്പോൾ ഈ സെൻസിറ്റിവിറ്റി അനാലിസിസിൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേഷൻ വരുത്തുന്നത്? സോ when we calculate sensitivity analysis, it will be calculated as NPV of the project divided by present value of related cash flow. So NPV of the project divided by present value of related cash flow. അങ്ങനെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി അനാലിസിസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Okay. Then the sales price will include the after tax sales revenue of the project. The sales price will include the after tax sales revenue cash flow. Then കാരണം നമ്മൾ പ്രസന്റ് വാല്യൂ ഓഫ് റിലേറ്റഡ് ക്യാഷ് ഫ്ലോ ഓഫ് സെയിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? സെയിൽ പ്രൈസ് മാറുന്ന അനുസരിച്ച് മാറുന്ന ഒരു ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ എന്താ? സെയിൽസ് റവന്യൂ, അല്ലെ? അപ്പോൾ ആ സെയിൽസ് റവന്യൂവിന്റെ ക്യാഷ് ഫ്ലോസിന്റെ ആഫ്റ്റർ ടാക്സ് ഫിഗർ എടുക്കുക. എന്തുകൊണ്ട് നമ്മൾ ആഫ്റ്റർ ടാക്സ് ഫിഗർ എടുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ വി നോ ദാറ്റ് വെൻ വി കാൽക്കുലേറ്റ് ദ NPV, നമ്മൾ നെറ്റ് റവന്യൂവിൽ നിന്ന് ടാക്സ് പേ ചെയ്തിട്ടുള്ള ആ ഒരു ഫിഗർ, നെറ്റ് ഫിഗർ ആണ് NPVനെ ഇമ്പാക്ട് ചെയ്യുന്നത്. സോ ദാറ്റ്സ് വൈ വി ആർ യൂസിങ് ദ ആഫ്റ്റർ ടാക്സ് സെയിൽസ് റവന്യൂ ക്യാഷ് ഫ്ലോ. So that after tax sales revenue cash flow വെച്ചിട്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? You have to calculate the NPV. So after tax sales revenue cash flow
എന്താന്ന് നോക്കുക. Then you will get the sales volume. അപ്പോൾ how to do it? The after tax sales revenue cash flow will get discounted. അപ്പോൾ നമ്മൾ അങ്ങനെ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ പ്രസന്റ് വാല്യൂ കിട്ടും. And then we will compare it with the NPV of the project. അപ്പോൾ NPV of the project divided by the present value of related cash flow. അപ്പോൾ സെയിൽസ് പ്രൈസിന്റെ സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കാൻ പറയുന്നെങ്കിൽ we have to use the after tax sales revenue. Then സെയിൽസ് വോളിയത്തിന്റെ സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കാൻ പറയുന്നെങ്കിലോ സെയിൽസ് വോളിയം മാറുന്ന അനുസരിച്ച് മാറുന്ന ക്യാഷ് ഫ്ലോ ഏതാണ്? സെയിൽസ് റവന്യൂവും മാറും, അതേപോലെ തന്നെ വേരിയബിൾ കോസ്റ്റും മാറും. സോ ലിറ്ററലി ദാറ്റ് നെറ്റ് എമൗണ്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ. അപ്പൊ ആഫ്റ്റർ ടാക്സ് കോൺട്രിബ്യൂഷൻ വേണം നിങ്ങൾ എന്തിനായിട്ട് യൂസ് ചെയ്യാൻ? ഫോർ കാൽക്കുലേറ്റിംഗ് ദ സെൻസിറ്റിവിറ്റി അനാലിസിസ്. സെൻസിറ്റിവിറ്റി അനാലിസിസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് അതാണ്. ഇസ് ക്ലിയർ എവരിവൺ? ആൻഡ് സംടൈംസ് യു മേ ബി ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് ദ സെൻസിറ്റിവിറ്റി ഓഫ് ഡിസ്കൗണ്ട് ഫാക്ടർ. ഡിസ്കൗണ്ട് ഫാക്ടർ നിങ്ങൾക്ക് അറിയാം, IRR എന്ന് പറഞ്ഞ പോയിന്റിലാണ് NPV 0 ആവുന്നത്. സോ ലെറ്റ്സ് സേ യുവർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് 15% ആൻഡ് IRR ഈസ് 20%. സോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഇഫ് ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ദ discounting rate by 5%, then the cost of capital, the overall increase in cost of capital will be 33.3%. So ആ ഒരു റേറ്റ് വേണം നിങ്ങൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യാൻ? NPV calculation. And like we can say that if the NPV of the project increases by will go down to 0, the NPV of the project will become 0 if the cost of capital, the current existing cost of capital increases by 33%. So അങ്ങനെയായിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. So in the same way, let's say if the sale price in the sensitivity analysis of 5% കിട്ടി. So what does it mean by it? If there is a decrease in sales price by 5%, then the NPV will become 0. So that's how we'll calculate the sale price sensitivity. Sensitivity of a sale price നമ്മൾ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Is it clear everyone? Can you reply in the chat? Yes. Next one, we have to calculate the duration. So how will you calculate the duration? So നമ്മുടെ ക്യാഷ് ഫ്ലോസ് എടുക്കുക, ഇയർ എത്ര വർഷത്തെ ഇയർ ആണെന്ന് നോക്കുക. ദെൻ ക്യാഷ് ഫ്ലോസ് വന്നിട്ടുണ്ടായിരിക്കും. ദെൻ പ്രസന്റ് വാല്യൂ, ഈ ക്യാഷ് ഫ്ലോസിന് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാം. സോ പ്രസന്റ് വാല്യൂ ഇൻറ്റു ഇയർ, ഓരോ വർഷത്തെ പ്രസന്റ് വാല്യൂ. ഇപ്പൊ ക്യാഷ് ഇയർ 1 ആണെങ്കിൽ ഇയർ 1ന്റെ പ്രസന്റ് വാല്യൂ ഇൻറ്റു 1. ഇയർ 2ന്റെ പ്രസന്റ് വാല്യൂ എന്താണോ ഇൻറ്റു 2. സോ അങ്ങനെ റെസ്പെക്റ്റീവ് പ്രസന്റ് വാല്യൂസ് ഇൻറ്റു ഇയർ ചെയ്യുക. Then അതിന്റെ സം എടുക്കുക, ഡിവൈഡഡ് ബൈ സം ഓഫ് ദ പ്രസന്റ് വാല്യൂ ചെയ്യുക. സോ സം ഓഫ് ദ പ്രസന്റ് വാല്യൂ ഇൻറ്റു ഇയർ ഡിവൈഡഡ് ബൈ സം ഓഫ് ദ പ്രസന്റ് വാല്യൂ. സോ ദാറ്റ്സ് ഹൗ വിൽ കാൽക്കുലേറ്റ് ദ ഡ്യൂറേഷൻ. അങ്ങനെയാണ് നമ്മൾ ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ലിറ്ററലി ഇൻഡിക്കേറ്റ്സ് ദ ആവറേജ് ടൈം ടേക്കൺ ടു റിക്കവർ ദ വാല്യൂ ഓഫ് ദാറ്റ് പ്രൊജക്ട്. ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു പ്രൊജക്ടിന്റെ ഡ്യൂറേഷൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ ആണ്. സോ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ അസ്യൂം ചെയ്യുക എല്ലാ വർഷവും നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് ഫ്ലോ 8 രൂപ വെച്ചിട്ടാന്ന് വെച്ചോ. അപ്പൊ നിങ്ങളുടെ ടോട്ടൽ പ്രസന്റ് വാല്യൂ എത്രയാണ്? 24. ദിസ് ഇസ് എ പ്രസന്റ് വാല്യൂ. അപ്പൊ ഇവിടുത്തെ ഡ്യൂറേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, പ്രസന്റ് വാല്യൂ ഇൻറ്റു ഇയർ കോളം ചെയ്യുക. ദാറ്റ് ഈസ് 8 × 1 8 പ്ലസ് 8 × 2 16 പ്ലസ് 8 × 3 എത്രയാണ്? 24. സോ ടോട്ടൽ എത്ര വരും? It is 48 divided by ഇതിന്റെ ഈ സമ്മിന്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ കോളത്തിന്റെ സം. പ്രസന്റ് വാല്യൂ കോളത്തിന്റെ സം എത്രയാണ്? 24. ദാറ്റ് ഈസ് 8 പ്ലസ് 8 പ്ലസ് 8 24. സോ 8 പ്ലസ് 16 പ്ലസ് 24 എന്ന് പറയുന്നത് എത്രയാണ്? 48 ആണ്. ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ഓരോ ക്യാഷ് ഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂന്റെ സം. അപ്പൊ എത്ര? 48 ഡിവൈഡ് ബൈ 24 എത്ര വരും വാല്യൂ? ഡ്യൂറേഷൻ വിൽ ബി 2. ഡ്യൂറേഷൻ എത്രയാണ്? 2 ആണ്. അപ്പൊ എന്താ അത് മീൻ ചെയ്യുന്നത്? ഇപ്പൊ ഈവൻ ദോ ആ പ്രൊജക്ടിന്റെ ഓവറോൾ വാല്യൂ നമുക്ക് റിയലൈസ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്? 2 years ആണ്. സോ ഈ സെയിം പ്രൊജക്ട് തന്നെ ലെറ്റ്സ് സേ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒന്നും കിട്ടിയില്ല. നിങ്ങൾക്ക് ലാസ്റ്റ് ഇയർ ആണ് 24 കിട്ടിയെന്ന് വെച്ചോ. ലാസ്റ്റ് ഇയർ യു ഗോട്ട് 24. സോ അവിടുത്തെ നമ്മുടെ ആ സമയത്ത് ഇതിന്റെ ഡ്യൂറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ രണ്ടും 0 ആണ്. സോ ഓൺലി ഇയർ 3 മാത്രമേ ഉള്ളൂ ക്യാഷ് ഫ്ലോ. സോ 24 × 3 ദാറ്റ് ഈസ് ഇയർ ഇൻറ്റു ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ സം ഓഫ് ദ പ്രസന്റ് വാല്യൂ. സം ഓഫ് ദ പ്രസന്റ് വാല്യൂ രണ്ടിടത്തും സെയിം ആണ്. അറ്റ് ദ എൻഡ്
That's what the NPV of the project will become the same here. കാരണം രണ്ടിടത്തും നിങ്ങൾക്ക് ഇടുന്ന ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ് എത്ര ആണ്? 24 ആണ്. ഇവിടെയും 24 ആണ്, പക്ഷെ മറ്റിടത്ത് 3 വർഷമായിട്ട് കിട്ടുന്നു, ഇവിടെ ഒറ്റ വർഷത്തിൽ കിട്ടുന്നു. So 24 divided by 24 multiplied by 3 divided by 24. അപ്പൊ ഡ്യൂറേഷൻ എത്ര ഇവിടെ? What is the duration here? The second situation, the duration will become 3. അപ്പൊ രണ്ട് സിറ്റുവേഷനിലും നിങ്ങൾക്ക് കിട്ടിയ ടോട്ടൽ പ്രസന്റ് വാല്യൂ സെയിം ആണ്, പക്ഷെ ഇവിടെ കിട്ടാൻ സമയം എടുത്തത് കൊണ്ട് ഡ്യൂറേഷൻ എന്ത് ചെയ്തു? ഡ്യൂറേഷൻ കൂടി. So duration means the average time taken to realize the value of that project. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? Is it clear, everyone? Okay. Then finally we'll have one more topic with respect to investment appraisal, which is with regards to value at risk. എന്താണ് വാല്യൂ അറ്റ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ, സോ യു ആർ എക്സ്പെക്ടിങ് എവറി ഇയർ യുവർ ആനുവൽ റിട്ടേൺ വിൽ ബി 200,000 ആണെന്ന് അസ്യൂം ചെയ്തു. ഇതാണ് നിങ്ങൾ ആവറേജ് എക്സ്പെക്ട് ചെയ്ത റിട്ടേൺ. സോ ഇറ്റ്സ് ആൻ ആവറേജ് റിട്ടേൺ ദാറ്റ് യു എക്സ്പെക്ടഡ്. ഇതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത ആവറേജ് റിട്ടേൺ. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ആവറേജ് റിട്ടേൺ ആണ് ഇത്, 200,000. സോ ഈ ആവറേജ് എന്ന് പറയുമ്പോൾ എന്താ? അതിൽ കുറച്ച് നെഗറ്റീവ് ക്യാഷ് ഫ്ലോസും കാണും, പോസിറ്റീവ് ക്യാഷ് ഫ്ലോസും കാണും, അല്ലെ? ഇതിന്റെ ഒരു ആവറേജ് ആണ് ഈ 200,000 എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സേ ഇഫ് ഐ എം ഡ്രോയിങ് എ ഗ്രാഫ് ദേർ, വി ആർ ഡ്രോയിങ് ഇറ്റ് ആസ് എ ഗ്രാഫ്. സോ ഈ ആവറേജ് ആണ് ഞാനിപ്പോ എടുക്കുന്നത്. ദാറ്റ് മിഡ് പോയിന്റ് ഇസ് ദ ആവറേജ്. സോ ഇതിനൊരു ഡൗൺഫോളും കാണും, ഒരു പോസിറ്റീവ് സൈഡും കാണും. So we are assuming that a 50% will be positive, that is above 200,000, and there will be a situation 50% downfall also. 200,000 താഴെയുള്ള വാല്യൂസും കാണുമല്ലോ. സോ അതിന്റെ ഒരു ആവറേജ് ആണ് 200,000 എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂ അറ്റ് റിസ്ക് എന്ന് പറയുന്നത് മീൻ ചെയ്യുന്നത് ഇത്രയാണ്. അഥവാ ഈ 200,000 ഇങ്ങോട്ട് താപ്പോട്ട് വരുവാണെങ്കിൽ മാക്സിമം എത്ര വരെ താഴാം? അതിൽ കൂടുതൽ താഴാനുള്ള ചാൻസ് ഇല്ല. അതാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. We are calculating it at value at risk calculation. Is it clear, everyone? Value at risk എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായോ? ഒരു ആവറേജ് റിട്ടേൺ ക്വസ്റ്റൻ ആയി തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ആവറേജ്, ഇതാണ് ഞാൻ ആവറേജ് എക്സ്പെക്ട് ചെയ്യുന്ന, ഓരോ വർഷം എക്സ്പെക്ട് ചെയ്യുന്ന ക്യാഷ് ഫ്ലോസ്. ആനുവൽ റിട്ടേൺ എന്റെ 200,000 ആണ്. പക്ഷെ ഇത് ആവറേജ് ആയതുകൊണ്ട് ഇതിന് ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്, പോസിറ്റീവ് സൈഡും ഉണ്ട്. ചിലപ്പോൾ ഇത് ആവറേജിൽ നിന്നൊരു വ്യത്യാസം വരാമല്ലോ. അപ്പോൾ ചിലപ്പോൾ ആവറേജിൽ നിന്ന് കുറയാം, ചിലപ്പോൾ ആവറേജിൽ നിന്ന് കൂടാം. അപ്പൊ ആ കുറയുന്നതിന്റെ സിറ്റുവേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആവറേജിൽ നിന്ന് എത്ര വരെ കുറയാം, ഏറ്റവും കുറഞ്ഞ വാല്യൂ എത്ര വരാം? ഓക്കെ, സോ അത്രയും നമ്മുടെ NPV കുറയും. സോ ഈ ആവറേജ് ഈ ആനുവൽ റിട്ടേൺ കുറയുന്ന അനുസരിച്ച് നമ്മുടെ NPV കുറയും. സോ അത് എത്രത്തോളം കുറയാം എന്നുള്ളതാണ് ആര് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വാല്യൂ അറ്റ് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? Is it clear, everyone? Yes. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റിനകത്ത് നോർമലി ഇങ്ങനെ തരും. ഇപ്പൊ ആ വാല്യൂ അറ്റ് റിസ്ക് അറ്റ് 99% കോൺഫിഡൻസ് ലെവൽ, 95% കോൺഫിഡൻസ് ലെവൽ, 90% കോൺഫിഡൻസ് ലെവൽ. സോ ഇങ്ങനെ 3 സിറ്റുവേഷൻസ് ആണ് നോർമലി ചോദിക്കാറുള്ളത് വാല്യൂ അറ്റ് റിസ്കിന്. സോ ഇതൊരു ഡയറക്റ്റ് കൺസെപ്റ്റ് റിലേറ്റഡ് ക്വസ്റ്റൻ ആണ്. അതിന്റെ മെയിൻ കൺസെപ്റ്റ് പറഞ്ഞ് അതിന്റെ മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ് ചെയ്യാൻ. സോ വെൻ വി കാൽക്കുലേറ്റ് ദ വാല്യൂ അറ്റ് റിസ്ക്, നിങ്ങൾ എന്ത് ചെയ്യുക? ആ പറയുന്ന ഡിഫറെന്റ് 3 സിറ്റുവേഷൻ നമ്മൾ നോക്കും. സോ 99% കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുമ്പോൾ എന്താണ്? 99% കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 200,000 നിന്ന് നമുക്കറിയാം മാക്സിമം പോയി കഴിഞ്ഞാൽ, മാക്സിമം ഇപ്പൊ 99% കോൺഫിഡൻസ് ലെവൽ ലെറ്റ്സ് സേ അസ്യൂം ചെയ്യാണ്. സോ വി ഹാവ് 99% കോൺഫിഡൻസ് ദാറ്റ് അഥവാ നിങ്ങളുടെ ക്യാഷ് ഫ്ലോ കുറയുകയാണെങ്കിൽ മാക്സിമം ഇവിടം വരെ കുറയാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ കുറയാൻ പാടില്ല. സോ only 1% റിസ്ക് ചാൻസ് നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന വാല്യൂവിനേക്കാളും കുറവാണെന്നുള്ളൂ. സോ ഈ 99% നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? സോ ലിറ്ററലി ഞാൻ പറഞ്ഞു, നമ്മളിവിടെ 50% മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ.
സോ ഈ 99% എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും 99% അല്ല നോക്കുന്നത്. സോ വി ലുക്ക് അറ്റ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ടേബിൾ. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ടേബിളിലോട്ട് പോകും. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, സോ ക്യാൻ യു സീ ദിസ്? ഇതാണ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. സോ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നമ്മൾ പോയിട്ട് ഇപ്പോൾ 49% എന്ന് പറയുമ്പോൾ എന്താ, ലിറ്ററലി ഇറ്റ് ഈസ് 0.49 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 49% എന്ന് പറയുമ്പോൾ നമ്മൾ 50%-ൽ നിന്ന് വേണം 1% കുറയ്ക്കാൻ. സോ ഇറ്റ് വിൽ ബി ഇഫ് ഇറ്റ് ഈസ് 99%. സോ അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നമ്മൾ എന്തായിരിക്കും നോക്കുന്നത്, 49% ആയിരിക്കും. ഇഫ് ഇറ്റ് ഈസ് 95% സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നമ്മൾ ഏതിന്റെ വാല്യൂ ആയിരിക്കും നോക്കുന്നത്, 45%-ന്റെ വാല്യൂ. 90% ആണെങ്കിലോ സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നമ്മൾ 40% വാല്യൂ ആയിരിക്കും നോക്കുന്നത്. കാരണം വി ആർ ഓൺലി കൺസിഡറിങ് ദാറ്റ് 50%. നമ്മൾ എന്തേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ആ 50% മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് വാല്യുവേഷൻ ഇങ്ങനെ വന്നത്. Is it clear everyone? We are only considering that remaining amount. അപ്പൊ 50%-ന്റെ അതിൽ നിന്ന് 1% കുറവ്, 5% കുറവ്, 40% കുറവ്, അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. Is it clear everyone? അപ്പോൾ ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു 99% കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നോക്കും. എന്നിട്ട് 99%, അപ്പൊ 0.49 വരുന്ന വാല്യൂ ഏതാന്ന് നോക്കാം. 0.49 ഈക്വൽ ആയിട്ട് വരുന്ന വാല്യൂ ഏതാണ് ഇവിടെ? 0.49 ഈക്വലന്റ് ആയിട്ട് വരുന്ന വാല്യൂ ഏതാ? സോ 0.4901 അല്ലെ? സോ ഇറ്റ് വിൽ ബി 2. പിന്നെ മേലത്തേത് കൊണ്ട് നമ്മൾ നോക്കണം 2.3, 0.03. സോ 2.3, 0.03 എന്ന് പറയുന്നത് 2.33 വരും. Is it clear? അപ്പൊ 2.33 ആയിരിക്കും നമ്മുടെ ആ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. Is it clear everyone? So 2.33 into നമ്മുടെ ആനുവൽ റിട്ടേൺ ചെയ്യുക. സോ അപ്പൊ നമുക്ക് മനസ്സിലാവും. സോ മാക്സിമം ഈ ഒരു വാല്യൂ വരെ കുറയാം. സോ അതിൽ കൂടുതൽ കുറയാൻ പാടില്ല എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. So is it clear everyone how to calculate that standard deviation value? Is it clear guys? അത് നിങ്ങൾ ടിസ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റൻ ഉണ്ട്. സോ ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ദ ടിസ കമ്പനി ക്വസ്റ്റൻ യു വിൽ ഗെറ്റ് ഇറ്റ്. സോ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. ഓക്കെ, സോ ആദ്യം നമ്മൾ ഈ 99% കോൺഫിഡൻസ് ലെവൽ ആകുമ്പോൾ 2.33 നമ്മൾ കണ്ടുപിടിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പൊ എങ്ങനെയായിട്ട് കണ്ടുപിടിക്കുന്നത്. സോ അത് ഇൻറ്റു എന്താണ് നിങ്ങളുടെ ആനുവൽ റിട്ടേൺ അത് ചെയ്യുക. ക്വസ്റ്റൻ തന്നിട്ടുണ്ടായിരുന്നു. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് ദ ആനുവൽ വാല്യൂ അറ്റ് റിസ്ക് കിട്ടും.
So അത് മീൻ ചെയ്യുന്നത് എന്താണ്? We have 99% confidence that നിങ്ങളുടെ ഈ പറഞ്ഞ വാല്യൂ 186,400 താഴെ പോകത്തില്ല എന്നാണ് മെയിൻ ചെയ്യുന്നത്. So we should be able to explain it as well. So for example, the figure mean that whichever the company L4 ആണെങ്കിൽ L4 can be confident that the cash flows will not fall by more than 186,400,000 in 1 year. ഇനി ഒരു 5-year പ്രൊജക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ 186,400,000 into 5⁻1/2 ചെയ്യുക. ബിക്കോസ് നമ്മൾ റൂട്ട് എടുക്കുന്നതാണ്. ഓക്കെ, സോ 4168 എന്ന് പറയുന്നത് എന്താണ്? ഒരു ആവറേജ് റിട്ടേൺ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടായിരിക്കും. സോ ക്വസ്റ്റിനകത്ത് തന്നേക്കുന്ന ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത് 2,200,000 ആണ്. ഓക്കെ, അപ്പോ ഇതാണ് നിങ്ങളുടെ ആവറേജ് റിട്ടേൺ. സോ ഞാനിപ്പോ പറഞ്ഞ 200,000 പകരം ഇതേപോലെ 200,000 വരെ ക്വസ്റ്റിനകത്ത് തന്നേക്കുന്ന ആനുവൽ റിട്ടേൺ 2,200,000 ആണ്. സോ നമ്മൾ നോക്കിയപ്പോൾ വാല്യൂ അറ്റ് റിസ്ക് എത്ര വരുന്നുണ്ട്? 186,400 വരുന്നുണ്ട്. അപ്പൊ അത് മീൻ ചെയ്യുന്നത് മാക്സിമം നമ്മുടെ ആ 2,200,000 നിന്ന് കുറയുവാണെങ്കിൽ ഇറ്റ് വിൽ റെഡ്യൂസ് ബൈ 186,400. സോ ദർ ഈസ് 99% റിട്ടേൺ സർട്ടൺ ദാറ്റ് നമുക്ക് മിനിമം എത്രയെങ്കിലും കിട്ടും? 3,36,000 കിട്ടും. സോ നമ്മൾ കണ്ടുപിടിച്ച ആവറേജിൽ നിന്ന് നിങ്ങൾക്ക് മിനിമം 3,36,000 കിട്ടും എന്നാണ് ആ 99% മീനിങ്. സോ ദർ ഈസ് ഓൺലി 1% ചാൻസ് ദാറ്റ് നിങ്ങളുടെ റിട്ടേൺ ഈ പറയുന്ന 3,36,000 നിന്ന് കുറയും എന്നുള്ളതിന്റെ ചാൻസ് എത്രയേ ഉള്ളൂ? 1% ഉള്ളൂ. സോ ദാറ്റ്സ് ഹൗ യു ഹാവ് ടു explain that value at risk statement. Is it clear everyone? സോ ഇതെന്ന് പറയുന്നത് തന്നിട്ടുണ്ടായിരിക്കും, ലൈക്ക് വേരിയബിലിറ്റി ഓഫ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് വേരിയൻസ് ഇൻ ദ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് തന്നിട്ടുണ്ടായിരിക്കും ക്വസ്റ്റിനകത്തിൽ. അത് ഇൻറ്റു ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻ ടേബിളിലെ ആ വാല്യൂ ഇടുക. then you will get the annual VAR. Is it clear everyone? അപ്പൊ ഇത് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നാൽ മാത്രം പോരാ, ക്വസ്റ്റിനകത്ത് തന്നേക്കുന്ന ആവറേജ് റിട്ടേണുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ആ എക്സ്പ്ലനേഷൻ എഴുതാനും അറിഞ്ഞിരിക്കണം. Is it clear everyone? Can you reply in the chat? I've just given an example, like എങ്ങനെയാണ് നിങ്ങൾ ആ എക്സ്പ്ലനേഷൻ വരുത്തേണ്ടതെന്നുള്ളത്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് നോട്ട് ഡൗൺ ദാറ്റ് ക്വസ്റ്റ്യൻ. ടിസ കമ്പനി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ആ ക്വസ്റ്റിനകത്തിൽ അത് പ്രോപ്പർലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇറ്റ്സ് എക്സ്പ്ലെയിൻ ഇൻ ദാറ്റ് ക്വസ്റ്റ്യൻ. Okay guys, so these are the main aspects of investment appraisal area യിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന മെയിൻ കാര്യങ്ങളാണിത്. ഇത് കൂടാതെ നമുക്ക് റിയൽ ഓപ്ഷൻ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ട്. സോ യൂസിങ് BSOP മോഡൽ, സോ വി ക്യാൻ ജസ്റ്റ് ഡിസ്കസ് ഇറ്റ്. വി ക്യാൻ ടേക്ക് എ 2 minutes ബ്രേക്ക്. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ BSOP മോഡലിന്റെ ആ ഒരു ഏരിയ കൂടെ നോക്കാം. അതോടെ കഴിഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിന്റെ എല്ലാ ഏരിയസും കഴിഞ്ഞു. സോ ഞാൻ ഓരോ ടോപ്പിക്സിനും ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ട് ഡൗൺ ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. So make sure that I thought that നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ആഫ്റ്റർ ദ സെക്ഷൻ യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഈ സെയിം ക്വസ്റ്റ്യൻസിന്റെ റെക്കോർഡിംഗ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ എല്ലാ കൺസെപ്റ്റ്സും പറഞ്ഞു പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഗൈസ്, so just take a 5 minutes break. After that we'll discuss about the real option situation.
So can you see the notes? So apart from accepting a project, നമ്മളൊരു project accept ചെയ്യോ അല്ലെങ്കിൽ reject ചെയ്യുന്ന normally എന്താണ് NPV യുടെ ബേസിസിലാണ്. So apart from that, NPV ബേസിസിൽ അല്ലാതെ നമുക്കൊരു പ്രോജക്റ്റ്, എസ്പെഷ്യലി ഒരു പ്രോജക്റ്റിൽ ഡിഫറെന്റ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു NPV പ്രോജക്റ്റ് റിജക്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ റിജക്ട് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഓപ്ഷന്റെ തന്നെ ഡിഫറെന്റ് ഓപ്ഷൻസ് അവൈലബിളിനെ പറ്റി ചിന്തിക്കുക. സോ ഫോർ എക്സാമ്പിൾ, ദ ഓപ്ഷൻ ടു ഡിലേ ദാറ്റ് പ്രൊജക്ട് or option to sell it after 2 years, or planning to expand that particular project maybe after 4 years. സോ അങ്ങനത്തെ ഡിഫറെന്റ് ഓപ്ഷൻസിനെ പറ്റി ചിന്തിക്കുക. അപ്പോൾ നമ്മളൊരു പ്രൊജക്ടിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ അതിന്റെ ആക്ച്വൽ NPVയുടെ കൂടെ ഈ റിയൽ ഓപ്ഷന്റെ വാല്യൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണോ? ഓക്കെ, സോ വെൻ വിൽ വാല്യൂ ഇറ്റ്, നമ്മളിപ്പോൾ അങ്ങനെ വാല്യൂ ചെയ്യുമ്പോൾ ഫസ്റ്റ് ആണ് ഇപ്പൊ ഓപ്ഷൻ ടു ഡിലേ എന്നുള്ളതിനെ നമ്മൾ ഓൾമോസ്റ്റ് ലൈക്ക് നമ്മൾ ഫ്യൂച്ചറിൽ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. അതിനെ ആ ഒരു ഓപ്ഷൻ നമ്മൾ എന്ത് ഓപ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക? വിൽ കൺസിഡർ ഇറ്റ് ആസ് എ കോൾ ഓപ്ഷൻ. സോ വിൽ കൺസിഡർ ഇറ്റ് ആസ് എ കോൾ ഓപ്ഷൻ. Then option to sell or withdraw from the market, അതിന് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? പുട്ട് ഓപ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. പുട്ട് ഓപ്ഷൻ മീൻസ് വി ആർ റിസീവിംഗ് ദ മണി, ബിക്കോസ് നമ്മൾ സെല് ചെയ്യുവാണല്ലോ, അപ്പോൾ നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടുവാണ്. സോ മണി ഈസ് റിസീവ്ഡ് ഓർ സേവ്ഡ്, സോ വിൽ കൺസിഡർ ഇറ്റ് ആസ് എ പുട്ട് ഓപ്ഷൻ. Then option to redeploy ഉണ്ട്, ഡിഫറെന്റ് ആയിട്ട് മാറുക അല്ലെങ്കിൽ ഡിഫറെന്റ് ഗെറ്റിംഗ് കണക്റ്റഡ് ടു എ ന്യൂ പ്രൊജക്ട് എന്നുള്ള രീതിയിൽ. സോ അതും നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? പുട്ട് ഓപ്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. Then option to expand, അവിടെയും മണി സ്പെൻഡ് ചെയ്യുവാണ്, സോ അതിനെ കോൾ ഓപ്ഷൻ ആയിട്ട് വേണം കൺസിഡർ ചെയ്യാം. Is it clear everyone? അപ്പോൾ when it's like a call option, അതിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? We have a equation here. നമുക്ക് ഒരു Black-Scholes ഫോർമുല എന്ന് പറഞ്ഞിട്ടൊരു ഫോർമുല ഉണ്ട് to calculate these values. Okay, so this is the formula we have to calculate the put option and call option. അപ്പോൾ Black-Scholes ഓപ്ഷൻ പ്രൈസിംഗ് മോഡൽ വെച്ചിട്ടുള്ള കോൾ ഓപ്ഷന്റെ ഫോർമുലയാണിത്. PA ND1 minus PE ND2 into E raised to minus RT. സോ ഇതിൽ ആ ഒരു ഓപ്ഷന് ഡിഫറെന്റ് ക്യാരക്ടറിസ് ഉണ്ട്, ലൈക്ക് ക്യാഷ് ഫ്ലോസ്, അതേപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ടൈം ടു എക്സ്പയറി, അങ്ങനെ പല കമ്പോണൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ കോൾ ഓപ്ഷന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. So when we calculate the value of this call option, these are the different components that we'll consider. Okay, it's PA into ND1 minus PE into ND2 into E raised to minus RT. ഈ പറയുന്ന ഫോർമുല. So here, what is PA? PA എന്ന് പറയുന്നത് എന്താണ്? When it comes to call option, നമ്മൾ PA എന്ന് പറയുന്നത് it is the present value of future cash flows. ആ പ്രൊജക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ ആണ് PA എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് PE? ഇറ്റ്സ് എ കോൾ ഓപ്ഷൻ. അപ്പോൾ ആ ഓപ്ഷൻ എക്സൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ PE എന്ന് പറയുന്നത്. സോ വേർ PE ആൻഡ് PA ആർ present value of future cash flows and PE will be the cost of investment. So ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? We have to substitute it to that formula. അപ്പോൾ ആദ്യം ND1 ഉം D2 ഉം കണ്ടുപിടിക്കണം. സോ വി നീഡ് ദിസ് PA ആൻഡ് PE. അപ്പോൾ ഈ PE ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ബാക്കി LN ഇറ്റ് വിൽ ബി ഗിവൺ. ലൈക്ക് LN എന്ന് പറയുന്നത് നമുക്ക് എക്സൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഫിസിക്കൽ ടു LN ബ്രാക്കറ്റ് PA ബൈ PE ചെയ്യുക, പ്ലസ് R പ്ലസ് R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 0.5 S സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്വസ്റ്റ്യൻ തരും. ദെൻ T എന്ന് പറയുന്നത് ടൈം ടു എക്സ്പയറി ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ 2 വർഷത്തിന് ശേഷമാണ് ഈ പ്രോജക്ട് 2 വർഷത്തേക്ക് പ്രോജക്ട് ഡിലേ ചെയ്യാനുള്ള ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആ 2 ഇയർ ആയിരിക്കും T എന്ന് പറയുന്നത്. അപ്പൊ ടൈം ടു എക്സസൈസ് ദാറ്റ് ഓപ്ഷൻ, അതിനെയാണ് T എന്ന് പറയുന്നത്. സോ അങ്ങനെ D1 ഉം D2 ഉം കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ അപ്ലൈ ടു ദാറ്റ് ഫോർമുല. സോ വൺസ് വി കാൽക്കുലേറ്റ് D1, ഈ D1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് അറിയണം? We'll find the value for it using the normal distribution table.
നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വെച്ചിട്ടായിരിക്കും നിങ്ങൾ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. സോ ലെറ്റ്സ് സേ നിങ്ങളുടെ ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ അതിന്റെ വാല്യൂ ഇപ്പോൾ ഒരു 0.359 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടിയെന്ന് വെച്ചു. സോ അതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും? ഇറ്റ് ഈസ് 0.359 ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ ഇപ്പൊ D1ന്റെ വാല്യൂ 0.39 ആണ്, ഒരു പോസിറ്റീവ് 0.359 എന്ന് കിട്ടി. സോ അതിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? 0.9 പിന്നെ ഇവിടെ 0.0. സോ അങ്ങനെ ആയിരിക്കും അതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, ദെൻ നമുക്ക് ആ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും? കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ 0.359 കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പൊ ഇഫ് D1 ഈസ് ഗ്രേറ്റർ ദാൻ 1, D1 ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ വാല്യൂ പ്ലസ് 0.5 ചെയ്യുക. ഇനി സപ്പോസ് D1 എന്ന് പറയുന്നത് നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ നമുക്ക് എന്താണോ കിട്ടിയ വാല്യൂ അതിൽ നിന്ന് 0.5, അത് 0.5ൽ നിന്ന് കുറയ്ക്കുക. വി ഹാവ് ടു ഡിഡക്ട് പോയിന്റ് ഫ്രം ഇറ്റ്, സബ്ട്രാക്ട് ദ റെലവന്റ് നമ്പർ ഫ്രം 0.5. സോ ഇതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾ when we calculate ND1 and ND2. Is it clear everyone? ND1 ഉം ND2 എങ്ങനെ കണ്ടുപിടിക്കുന്നത് മനസ്സിലായോ? Can you reply in the chat? Is it clear everyone? How to calculate ND1 and ND2? So നമുക്ക് ആദ്യം D1 ഉം D2 ഉം കാൽക്കുലേറ്റ് ചെയ്യാം. So if the D2 is a negative figure, അങ്ങനെയാണെങ്കിൽ 0.5 അത് 0.5ൽ നിന്ന് ആ ഫിഗർ കുറയ്ക്കുക. If D1 is a positive figure, then 0.5 ആ പറയുന്ന ഫിഗറിലോട്ട് ആഡ് ചെയ്യുക. ക്ലിയർ ആണോ? ക്ലിയർ എവരിവൺ? ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ബ്ലാക്ക് ഷോർട്സിന്റെ ഓപ്ഷൻ പ്രൈസിംഗ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ചുമ്ര കമ്പനി. ഞാൻ മുമ്പേ പറഞ്ഞ ക്വസ്റ്റ്യൻ. ചുമ്ര കമ്പനി എന്ന് പറയുന്നതിൽ ആക്ച്വലി ബ്ലാക്ക് ഷോർട്സിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 4 NBVയും ഇതും സെറ്റ് ആവും. ലെറ്റ്സ് ഇപ്പൊ അവർ കണ്ടു ഇവിടെ ഒരു D1 അവർ കണ്ടുപിടിച്ചു. D1 അവർ കണ്ടുപിടിച്ച വാല്യൂ എത്രയാണ്? 0.589 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? വി ഹാവ് ടു പ്രെഡിക്റ്റ് ഇറ്റ് ഇൻ ദി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ ഉണ്ടോ എന്ന് നോക്കുക. നോക്കിയേ 0.589 എവിടെയെങ്കിലും വരുന്ന നോക്കിയേ. Check it out. D1 കിട്ടിയത് അവർക്ക് D1 കിട്ടിയതല്ലായിരുന്നോ? D1 എത്രയായിരുന്നു? 0.589. അതുമായിട്ട് സിമിലർ ആവുന്ന വാല്യൂ ഏതാന്ന് നോക്കിയേ. ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ D1 0.589 വന്നു. സോ നമുക്ക് കിട്ടിയ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ വരുന്ന വാല്യൂവിന്റെ കൂടെ അവർ എന്ത് ചെയ്തു? അപ്പം 0.5 ആഡ് ചെയ്തു. ഇവിടെ അതേപോലെ 0.094 ആണ്.
അപ്പോൾ അവരെന്ത് ചെയ്തു? 0.5 അവിടെയും അവർ ആഡ് ചെയ്തു. Since it is 0.589, so 0.589 എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? 0.220 എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഡിസ്ട്രിബ്യൂഷൻ ടാബ് ടേബിളിൽ വന്നത്. അങ്ങനെ കിട്ടാൻ നമുക്ക് നോക്കാം. Point 589 0.589. So 89 എന്ന് പറയുമ്പോൾ it will be 0.2190. Then 89 എന്ന് പറയുമ്പോൾ എത്ര? 0.224. So almost something in near to that, but 0.2189 ആണ്. സോ നമ്മൾ അതിന്റെ ഒരു ആവറേജ് എന്നുള്ള രീതിയിലാണ് അവർ പോയിന്റ് എന്തെടുത്തേക്കുന്നത് 2190 പകരം will be something around 2190 and 0.2224 ആണ്. 0.09 ആണ്. 0.59 ആണ്. അപ്പൊ എന്ത് വരുന്നത്? 0.224. നമുക്ക് 0.589 മതി. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്തു? We have round root of 2 and 0.2220 എന്നൊരു വാല്യൂട്ട് റൗണ്ട് ഓഫ് ചെയ്തു. ക്ലിയർ ആയോ? എങ്ങനെയാണ് 0.220 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടിയത് മനസ്സിലായോ? റിപ്ലൈ ഇൻ ദ ചാറ്റ്. സോ ആ 0.220 നമ്മൾ ഇനി എന്തുകൊണ്ട് ആഡ് ചെയ്യും? 0.5 ആഡ് ചെയ്യും. ദാറ്റ്സ് ഹൗ വിൽ ഗെറ്റ് ദ ND1. അതേപോലെ ND2 കണ്ടുപിടിക്കാം. അപ്പൊ എപ്പോഴും D1 ഒരു പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ ജസ്റ്റ് ആഡ് ഇറ്റ് വിത്ത് ദ 0.5. ക്ലിയർ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഇവിടെ മെയിൻലി അറിഞ്ഞിരിക്കുന്നത് PA യും PE എന്താണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. ഇനി സെൽ ഓപ്ഷൻ വരുമ്പോൾ ഇഫ് ഇറ്റ്സ് എ പുട്ട് ഓപ്ഷൻ നമുക്കറിയാം. സോ ഇറ്റ്സ് ഓപ്ഷൻ ടു സെൽ ഓർ പുട്ട് ഓപ്ഷൻ. അവിടെ നമ്മുടെ PA എന്ന് പറയുന്നത് എന്താണ്? PA വിൽ റെപ്രസെന്റ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ഫോർ ഗോൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 2 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സെല് ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? PA എന്ന് പറയുന്നത്. ആൻഡ് PE വിൽ ബി കൺസിഡർ ആസ് ഇറ്റ് സെയിൽ പ്രൊസീഡ്സ്. Then we will calculate the put option and finally you will get the value. It's clear everyone? അപ്പോൾ ഇവിടെ നമ്മൾ കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ അതേ ഒരു കൺസെപ്റ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. ആകെ വ്യത്യാസം ഇവിടെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് കോൾ ഓപ്ഷൻ. കോൾ ഓപ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കണം. പക്ഷെ അത് പുട്ട് ഓപ്ഷന്റെ ആ സംഭവം ആയതുകൊണ്ട് PA PE നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫറെന്റ് ആണ്. പുട്ട് ഓപ്ഷന്റെ കേസിൽ PE എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രൊസീഡ്സ് ആയിരിക്കും PE എന്ന് പറയുന്നത്. PA എന്ന് പറഞ്ഞാലോ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ആയിരിക്കും. ഓക്കെ, അതാണ് നിങ്ങളുടെ കോൾ ഓപ്ഷന്റെ വാല്യൂ. സോ അതിൽ നിന്ന് ഈ പറയുന്ന -PA + PE × e⁻RT ഡിഡക്ട് ചെയ്യുക. then you will get the value of put option. Is it clear? അപ്പൊ ഈ വാല്യൂയും കൂടെ നമ്മൾ എന്തിന്റെ കൂടെ കൺസിഡർ ചെയ്യണം? ആ പ്രോജക്റ്റിന്റെ NPV വാല്യൂന്റെ കൂടെ കൺസിഡർ ചെയ്യണം. എങ്കിലേ നിങ്ങൾക്ക് ആ പ്രോജക്റ്റിന്റെ റിയൽ വാല്യൂ കിട്ടും. You will get the real value of that. Is it clear everyone? Can you reply in the chat? Okay guys, so that's it for the day. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസിലെ എല്ലാ കൺസെപ്റ്റ്സും ഫോളോ ചെയ്തു. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യുക. ഇച്ചുംബ്ര കമ്പനി, ഇലാൻഡ് വേ, അതേപോലെ തന്നെ APVയുടെ ക്വസ്റ്റ്യൻസ് ഞാൻ 2 ക്വസ്റ്റ്യൻ പറഞ്ഞു. ഒന്ന് ടിപ്ലിറ്റിനും അതേപോലെ തന്നെ ഒരെണ്ണം സ്ട്രെയർ കമ്പനി. സോ അത് ഭയങ്കര ബേസിക് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ കൺസെപ്റ്റ് മനസ്സിലാവാൻ അത് മതി. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യുക. then you will get a better idea about this different areas. ഇതിന്റെ എല്ലാം റെക്കോർഡിംഗ് ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ആക്കി തരാം, ഇൻക്ലൂഡിംഗ് റെക്കോർഡിംഗ് ഓഫ് ദി സ്ലൈഡ് സെക്ഷൻ. ബട്ട് ഓരോ ക്വസ്റ്റ്യൻസിന്റെ റെക്കോർഡിംഗ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ആക്കി. Is it clear everyone? Okay, so that's it for
നിങ്ങൾക്ക് വേറെ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിൽ എന്തെങ്കിലും വേറെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ if you have any doubts, if you have any other doubts with respect to that investment appraisal area, you can ask. അതിന്റെ എല്ലാ കൺസെപ്റ്റ്സും എനിക്ക് കവർ ചെയ്യണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ക്വസ്റ്റ്യൻസ് പിന്നെ ഇനി ഏതായാലും നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കത്തും. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ കാൽക്കുലേഷൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും അല്ലെങ്കിൽ ഫോർമുലാസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും നമ്മൾ പഠിച്ചു. സോ ഇഫ് യു ഹാവ് എനി അതർ ഡൗട്ട്സ് യു കൻ ആസ്ക് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ഏരിയ. Hello. Okay, so that's good. നാളെയും 12 PM